ഈ മഹത്തായ ഹിന്ദു സമ്മേളനം ഉദ്ഘാടനം ചെയ്ത പുലിയൂർ മൂകാംബിക ദേവിയുടെ തന്ത്രി പ്രമുഖനും ശക്തിപീഠത്തിലെ പ്രധാന അർച്ചകൻ, അതേപോലെ തന്നെ നിങ്ങൾക്കെല്ലാവർക്കും അദ്ദേഹത്തിൻ്റെ സാന്നിധ്യം കൊണ്ട് അദ്ദേഹത്തിൻ്റെ സംഭാഷണത്തിലൂടെ മനസ്സിലായ കാര്യമാണ്, ഞാൻ ആവർത്തിക്കേണ്ടതില്ല. എത്ര ലളിതമായിട്ടാണ് അദ്ദേഹം നമുക്കിടയിൽ ഇടപഴകിയതെന്ന്, നമ്മളോട് സംവദിച്ചതെന്ന് ഒക്കെ നമ്മൾ മനസ്സിലാക്കുകയാണ്. ഞാൻ താരതമ്യം ചെയ്യുന്നത് ശരിയാണോ എന്നറിയില്ല. നിങ്ങളിൽ പലരും മൂകാംബികയിൽ പോയിട്ടുള്ളവരാണ്. അദ്ദേഹത്തെ എത്തിക്കൊണ്ട് പറയുന്നത് ശരിയല്ലെങ്കിലും നിങ്ങൾ ഏറ്റവും യുക്തമായൊരു തീരുമാനമാണ് കൈക്കൊണ്ടത് എന്നതിനെ ഞാൻ ഒന്നുകൂടി ഉറപ്പിക്കുകയാണ്. അവിടെ പോയാൽ, ക്ഷമിക്കണം, വളരെ പ്രഗത്ഭമതികളായ പൂജാരിമാരെ പലരെയും നമ്മളിവിടെ കാണാറുണ്ട്. പക്ഷേ ആ കൂട്ടത്തിൽ എവിടെയും ഡോക്ടർ രാമചന്ദ്ര അടിയെ നമ്മൾ അവിടെ കണ്ടിട്ടുണ്ടാവില്ല. അങ്ങനെ കാണാതിരിക്കാനുള്ള കാരണം, അദ്ദേഹം എപ്പോഴാണോ വരേണ്ടത് അപ്പോൾ മാത്രം വരികയും തന്റെ കർമ്മം പൂർത്തിയാകുന്ന സമയത്ത് ഒരു കുഞ്ഞുപോലും അറിയാതെ അവിടുന്ന് നിഷ്ക്രമിക്കുകയും ചെയ്യുന്ന ഒരു അപൂർവ പ്രതിഭാസമാണ്. ഒരു യോഗിവര്യനാണ് യഥാർത്ഥത്തിൽ. വെള്ളയാണ് ഉടുത്തിരിക്കുന്നതെങ്കിലും കർമ്മം കൊണ്ട് ഒരു സർവസംഘ പരിത്യാഗിയായ ഒരു യോഗിവര്യനെയാണ് നിങ്ങൾക്ക് ഇന്ന് ഇത് ഉദ്ഘാടനം ചെയ്യാൻ കിട്ടിയത് എന്നത് അത് നമ്മുടെ ഏഴംകുളത്തമ്മയുടെ അനുഗ്രഹം, മൂകാംബികയമ്മയുടെ അനുഗ്രഹം, സമ്പൂർണ്ണ വിശ്വത്തിലും നിറഞ്ഞു നിൽക്കുന്ന ത്രിപുര സുന്ദരിയുടെ അനുഗ്രഹം എന്ന് മാത്രമേ പറഞ്ഞുകൊള്ളൂ. ഞാൻ അവിടെയും പോയി അദ്ദേഹത്തെ കണ്ടിട്ടുണ്ട്. പ്രായത്തിൽ എന്നെക്കാളും ഇളയതാണെങ്കിലും അദ്ദേഹത്തിൽ നിന്ന് അനുഗ്രഹം വാങ്ങിയിട്ടുണ്ട്, വാങ്ങാൻ തോന്നുന്നുണ്ട്. അതാണ് അദ്ദേഹത്തിന്റെ പ്രകൃതം. ഞാൻ അതിൽ കൂടുതലൊന്നും അങ്ങനെയുള്ള ബ്രഹ്മശ്രീ ഡോക്ടർ രാമചന്ദ്ര അടികാരി, ഇന്നത്തെ ഈ സമ്മേളനത്തിന്റെ അധ്യക്ഷനായിട്ടുള്ള നമ്മുടെ ക്ഷേത്ര സമിതിയുടെയും അധ്യക്ഷനും പുരാണിയും ഒക്കെ ആയിട്ടുള്ള ബഹുമാനപ്പെട്ട പത്മകുമാർജി, സമിതിയുടെ സെക്രട്ടറി ശ്രീമാൻ സുധാകരൻ നായർജി, എൻ്റെ ജ്യേഷ്ഠ സഹോദരനും വളരെ വർഷങ്ങളായി, ഒരുപക്ഷെ ഒരു 4 പതിറ്റാണ്ടിലേറെയായി സഹപ്രവർത്തകൻ എന്ന നിലയിലും ജ്യേഷ്ഠനായുമൊക്കെ എന്നെ നയിക്കുകയുമൊക്കെ ചെയ്ത ക്ഷേത്രത്തിൻ്റെ മറ്റൊരു പുരാത്മ കൂടിയായ ശശിയേട്ടൻ, സന്നിഹിതരായിട്ടുള്ള മറ്റ് ഭക്തജനങ്ങളെ എല്ലാവർക്കും എൻ്റെ വിനീതമായ നമസ്കാരം. ക്ഷേത്രത്തിലെ പുനഃപ്രതിഷ്ഠാ വാർഷികത്തോടനുബന്ധിച്ചാണ് നമ്മുടെ ഈ ത്രിദിന ഹൈന്ദവ സമ്മേളനം വിഭാവനം ചെയ്തത്. അതിൻ്റെ സാങ്കത്യത്തെക്കുറിച്ച്, അതിൻ്റെ പ്രസക്തിയെക്കുറിച്ചൊക്കെ ആരാധ്യനായ ഉദ്ഘാടകൻ സൂചിപ്പിച്ചു കഴിഞ്ഞു. വർത്തമാനകാല അവസ്ഥകളെക്കുറിച്ച് അദ്ദേഹം, മലയാള ഭാഷ അല്ല അദ്ദേഹത്തിൻ്റെതെങ്കിൽ കൂടി അദ്ദേഹം നമ്മുടെ മുന്നിൽ വളരെ ലളിതമായ വിധത്തിൽ ആ വിഷയങ്ങൾ അവതരിപ്പിച്ചിട്ടുണ്ട്. ഏതൊരു വലിയ വൈതരണിയിലൂടെയാണ് ഹിന്ദു സമൂഹം കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്, അതിനെക്കുറിച്ച് എല്ലാ ഹിന്ദുക്കളും ഒരുപോലെ ബോധവാന്മാരാണോ സത്യത്തിൽ എന്നൊക്കെ അദ്ദേഹം ആശങ്കപ്പെട്ടു. ആ ആശങ്കയാണ് വളരെ വിനയത്തോടുകൂടി അദ്ദേഹം നിങ്ങളോടായിട്ട് ചോദിച്ചത്. ഹിന്ദു മഹാസമ്മേളനം എന്നൊക്കെ നമ്മൾ പേരിട്ടിരിക്കുന്ന ഈ സമ്മേളനത്തിലെ, പിന്നെ അദ്ദേഹം തന്നെ അദ്ദേഹത്തിന്റെ വിനയം കൊണ്ട് പറഞ്ഞു, ഒരുപക്ഷെ ഇനി വരുന്ന 3 ദിവസങ്ങളിൽ ഒരുപക്ഷെ ഷിഫ്റ്റ് അനുസരിച്ച് ഇന്ന് വന്നവരൊന്നും നാളെ വരാതിരിക്കുകയും നാളെ പുതിയ ആൾക്കാർ വരികയൊക്കെ ചെയ്ത് ഈ ഏഴംകുളം ഗ്രാമത്തിലെ മുഴുവൻ ഹിന്ദുക്കളും ഇവിടെ എങ്ങനെയെങ്കിലുമൊക്കെ വന്നു ചേരും എന്ന് അദ്ദേഹം പ്രതീക്ഷിക്കുകയും ചെയ്തു. സത്യത്തിൽ ഇത് നമ്മളൊരല്പം
ഒരു ഉൾനോട്ടത്തിന് പ്രേരിപ്പിക്കുന്ന ഒരു പ്രഖ്യാപനമായിട്ട് എനിക്ക് തോന്നുക. കിഴക്കുളവും പന്തളവും തമ്മിൽ വളരെ ദൂരമില്ലാത്തതുകൊണ്ട് ഞാൻ കൂടി അത് ഏറ്റുവാങ്ങുന്നു. ഹിന്ദുക്കൾ ബോധവാന്മാരാണോ നമ്മൾ കടന്നു പോകുന്ന, നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്ന ഈ വർത്തമാനകാല സാഹചര്യങ്ങൾ? എന്തൊരു വലിയ വെല്ലുവിളികളാണ് നമ്മൾ നേരിടുന്നത്. ഞാൻ ആരെയും ഭയപ്പെടുത്താൻ വേണ്ടിയിട്ട് പറയുന്നതല്ല. എവിടേക്കാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്? സാധാരണ പറയാറുണ്ട്, അതിൽ ശാസ്ത്രീയമായ യുക്തിയുണ്ടോ എന്ന് എനിക്കറിയില്ല. ഈ തവളയെ വെള്ളത്തിൽ ഇട്ടിട്ട് ആ വെള്ളം ചൂടാക്കി തുടങ്ങിക്കഴിഞ്ഞാൽ തിളച്ച വെള്ളത്തിൽ ഇട്ടാൽ അത് ഉടനെ തെളിച്ച് ജീവനോടെ രക്ഷപ്പെട്ടു പോകും, തിളച്ച വെള്ളത്തിലാണ്. പക്ഷെ ക്രമാനുഗതാൽ ചൂടാക്കുന്ന വെള്ളത്തിന്റെ ചൂടനുസരിച്ച് അതിന് ഒരു സ്വാഭാവികമായ ഒരു പ്രതികരണമുണ്ട്. ആ പ്രതികരണത്തിനനുസരിച്ച് അതിന്റെ ത്വക്കൊക്കെ തയ്യാറാവുകയും ആ ചൂടിനെ അത് പ്രതിരോധിക്കുകയും ചെയ്ത് അതിന് പറ്റാത്തൊരു ഘട്ടമെത്തും. ഈ 100 ഡിഗ്രി ഒക്കെ കഴിയുമ്പോൾ തിളച്ചു തുടങ്ങുന്നു, അത് ചാവുകയും ചെയ്യുന്നു. ഏതാണ്ട് അതേപോലെ ചുറ്റുപാടും ഇത്രയേറെ അപകടങ്ങൾ സംഭവിച്ചിട്ട് പോലും സാമാന്യ ഹിന്ദു ഉണരുന്നില്ലല്ലോ. ആ ഉണരാതെ നടക്കട്ടെ, നമുക്ക് സംഭവിച്ചില്ലല്ലോ എന്ന മട്ടിൽ മുന്നോട്ട് പോകുന്നത് എത്ര കണ്ട് യുക്തമാണ് എന്ന് ചിന്തിക്കേണ്ടത്. തീർച്ചയായിട്ടും അദ്ദേഹത്തെ പോലൊരു യോഗീശ്വരൻ നമ്മുടെ മുന്നിൽ വേദത്തിന്റെയും ഉപനിഷത്തിന്റെയും പുരാണങ്ങളുടെയും മർമ്മം ഗ്രഹിക്കുകയും നമ്മളൊക്കെ ആരാധിക്കുന്ന ത്രിശക്തി ദേവതയായ മൂകാംബിക അമ്മയുടെ പറയുന്നത് ക്ഷമിക്കണം, പിതൃസ്ഥാനീയനായ തന്ത്രിയെ കുറിച്ച് അങ്ങനെയാണ് സങ്കല്പം. അദ്ദേഹം നമ്മുടെ മുന്നിൽ പറഞ്ഞ ആ വാക്കുകൾ തീർച്ചയായിട്ടും ഇനിയുള്ള കാലത്തെ ഹിന്ദു എന്ന നിലയിലുള്ള നമ്മുടെ മുന്നോട്ട് പോക്കിനെ വളരെയേറെ വഴിതെളിക്കത്തക്കതാണ് എന്ന് കരുതുകയും, ക്ഷേത്രമെന്ന ഈ സങ്കല്പം തന്നെ ലോകത്ത് ഇത്തരമൊരു ആരാധനാ സങ്കല്പമുണ്ടോ എന്ന് സംശയമാണ്. ലോകത്ത് വേറെ എവിടെയും ഇത്രയേറെ ശാസ്ത്രീയമായി ചിട്ടപ്പെടുത്തപ്പെട്ട, ശാസ്ത്രീയമായ അടിത്തറയിൽ കെട്ടിപ്പടുക്കപ്പെട്ട ഒരു ഊർജ കേന്ദ്രം. ഇവിടെ അദ്ദേഹം നേരത്തെ പറഞ്ഞു, മൊബൈലിന്റെ ഉദാഹരണം പറഞ്ഞിട്ട് നമ്മളോട് സൂചിപ്പിച്ചു. ഞാൻ അദ്ദേഹത്തെ തർജ്ജമ ചെയ്യുകയുമല്ല, നമുക്കൊക്കെ മനസ്സിലായത് തന്നെയാണ്. നമുക്ക് കണക്ഷൻ കിട്ടണമെങ്കിൽ, സിഗ്നൽ കിട്ടണം എങ്കിൽ ടവർ സ്ട്രോങ് ആയിരിക്കണം. ടവറിന്റെ പരിധിയിൽ നമ്മൾ ഉണ്ടാകും. എത്ര മനോഹരമായ ഉദാഹരണം. അപ്പൊ ക്ഷേത്രത്തിന്റെ പരിധിക്കുള്ളിലേക്ക് വരുമ്പോഴാണ് നമ്മൾ ചാർജ് ചെയ്യപ്പെടുക. അതെന്തുകൊണ്ടാണ് ഇത് സംഭവിക്കുന്നത് അതിന്റെ പിന്നിലൊരു മഹാശാസ്ത്രമുണ്ട്. ഇത് വീണ്ടും പറയുകയാണ്, കമ്പയർ ചെയ്ത് ആരെയെങ്കിലും ഇകഴ്ത്തി കാണിക്കാൻ വേണ്ടി പറയുന്നതല്ല. മറ്റ് ആരാധനാലയങ്ങൾ, മറ്റ് മതസ്ഥരുടെ ആരാധനാലയങ്ങൾ എന്തുമായിക്കോട്ടെ, അത് കേവലം നമ്മൾ പറയുകയാണെങ്കിൽ അത് വെറും ഭജന മന്ദിരങ്ങൾ പോലെ മാത്രമാണ്. പക്ഷെ ക്ഷേത്രം അങ്ങനെയല്ല. ക്ഷേത്രം സമ്പൂർണ്ണ ബ്രഹ്മാണ്ടത്തിന്റെയും പ്രതീകമായിട്ടാണ് കണക്കാക്കുന്നത്. ബ്രഹ്മാണ്ടം എന്ന് പറഞ്ഞാൽ പൂർണ്ണമായ പ്രപഞ്ചം. ആ പ്രപഞ്ചത്തിന്റെ പ്രതീകവുമാണ് വ്യക്തി എന്ന നിലയിൽ നമ്മുടെയും പ്രതീകമാണ്. ക്ഷേത്രത്തെ കുറിച്ചുള്ള കൽപ്പന ഒരു ഉഗ്രസാധകന്റെ രൂപമാണ് ക്ഷേത്രത്തിനുള്ളത് എന്നാണ്. നിരന്തരമായ സാധനയിലൂടെ ഉള്ളിലെ ഉറങ്ങിക്കിടക്കുന്ന മഹാശക്തിയെ ഉണർത്തി സിദ്ധിയെ കൈവരിച്ചു കഴിയുന്ന, ഈശ്വര സാക്ഷാത്കാരം നേടിയ ഒരു യോഗിയുടെ, ഒരു സിദ്ധന്റെ രൂപമായിട്ടാണ് കണ്ടത്. ഒപ്പം തന്നെ ഞാൻ പറഞ്ഞു, ഇത് സമ്പൂർണ്ണ ബ്രഹ്മാണ്ടത്തിന്റെയും പ്രതീകമാണ്. മനുഷ്യനിൽ എന്തെല്ലാം ഉണ്ടോ, മനുഷ്യൻ എന്ന് പറഞ്ഞാൽ പിണ്ടാണ്ട്. നമ്മുടെ ഈ വാക്കുകളൊക്കെ സാധാരണ ധർമ്മപ്രഭാഷണങ്ങളിൽ കേട്ടുകൊണ്ടിരിക്കുന്നതായതുകൊണ്ട് ഞാനൊരു പ്രൊഫഷണൽ ധർമ്മപ്രഭാഷകനല്ല. എനിക്ക് ഈ ഹിന്ദു സമ്മേളനത്തിൽ എന്നെ വിളിച്ചപ്പോൾ തന്നെ ഞാൻ കിരണിനോടും വിനുവിനോടും ഒക്കെ ചോദിച്ചു, ഞാനൊരു അത്തരമൊരു പ്രഭാഷകനല്ല, ഒരു സാമൂഹ്യ പ്രവർത്തകൻ മാത്രമാണെന്ന്. എന്നാലും വേണ്ടില്ല, വരാൻ നിർബന്ധിച്ചപ്പോ വന്നതാണ്. ഏതായാലും നമ്മൾ എന്നെക്കാൾ കൂടുതൽ ഈ കാര്യം കേട്ടിട്ടുള്ള ആൾക്കാരാണ് നമ്മൾ ഓരോരുത്തരും. യത്പിണ്ടേ തദ് ബ്രഹ്മാണ്ഡേ എന്നാണ് പ്രമാണം. അതായത് നമ്മുടെ ശരീരത്തിൽ എന്തൊക്കെ ഉണ്ടോ ആ ശരീരത്തിന്റെ ഒരു മഹാസ്ഥൂല രൂപമാണ് പ്രപഞ്ചം എന്നാണ് നമ്മുടെ സങ്കല്പം. പിണ്ടത്തിലുള്ളത്, ഈ ശരീരത്തിലുള്ളത് തന്നെയാണ് ഈ സമ്പൂർണ്ണ പ്രപഞ്ചത്തിലും ഉള്ളത് എന്ന് പറയുന്നത്. ഇവിടെ ഈശ്വര ശക്തിയെ കുറിച്ച് പറയുമ്പോഴും നമ്മുടെ പൂർവികന്മാർ, ആചാര്യന്മാർ പറയുകയാണ്, ഈ ബ്രഹ്മാണ്ടത്തിന്റെ പ്രപഞ്ചത്തിന്റെ സൃഷ്ടിക്ക് കാരണമായ മഹാശക്തി സമ്പൂർണ്ണ സൃഷ്ടിയും കഴിഞ്ഞപ്പോൾ അല്പം ശേഷിച്ചു എന്നാ. അല്പമല്ല, അത് അങ്ങനെ പറ്റില്ലല്ലോ.
പൂർണ്ണ ഉദ്ദേശിച്ചത് എന്ന് പറയുന്ന പോലെ പൂർണ്ണത്തിൽ നിന്ന് പൂർണ്ണം എടുത്തു കഴിഞ്ഞാലും പൂർണ്ണം അവശേഷിക്കുന്നു പറഞ്ഞതുപോലെ ഈ ശക്തിക്ക്, ഈ സൃഷ്ടിക്ക് കാരണമായിട്ടുള്ള മഹാശക്തി, പ്രിമോർഡിയൽ ഫോഴ്സ് എന്നൊക്കെ സാഹിത്യന്റെ ഭാഷയിൽ പറയാം, ആദിപരാശക്തി ത്രിപുര സുന്ദരി. ആ ത്രിപുര സുന്ദരി ഈ സമ്പൂർണ്ണ പ്രപഞ്ചത്തിലും നിലനിൽക്കുകയാണ്. എല്ലായിടത്തും ഉണ്ട്, ഒരിടത്തും ഇല്ലാതെയൊന്നുമില്ല, എല്ലായിടത്തും. ഇതേപോലെ മനുഷ്യ സൃഷ്ടിയുടെ സമയത്തും, മനുഷ്യൻ സൃഷ്ടിക്കപ്പെട്ടല്ലോ, അല്ലെങ്കിൽ ഈ ജീവജാലങ്ങൾ സൃഷ്ടിക്കപ്പെട്ടല്ലോ. അപ്പൊ മനുഷ്യരുടെ സൃഷ്ടി കഴിയുമ്പോൾ, അല്ലെങ്കിൽ പിണ്ടാണ്ടം സൃഷ്ടിക്കപ്പെട്ട് കഴിയുമ്പോൾ അവിടെയും ശേഷിക്കുന്നു ദൈവിക ശക്തി. ആ ശക്തി എവിടെയാണ് കുടികൊള്ളുന്നത്? അതിനെയാണ് ലളിതമായ ഭാഷയിൽ കുണ്ടലിനി എന്നൊക്കെ പറയുന്നത്. നമ്മുടെ മൂലാധാരത്തിൽ ഉറങ്ങി 3.5 ചുറ്റി വാലും വെച്ച് ഉറങ്ങിക്കിടക്കുന്ന ആ ദൈവിക ശക്തി, ഈശ്വരീയ ശക്തി കുണ്ടലിനി എന്ന് പറയുന്നത്. ഇത് രണ്ടിടത്തും ഉള്ളത് തന്നെയാണ്. അങ്ങനെ ഇവിടെ സൂചിപ്പിച്ചതുപോലെ മനുഷ്യനിലുള്ളത്, അല്ലെ വ്യക്തിയിലുള്ളത് തന്നെയാണ് ഈ സമ്പൂർണ്ണ പ്രപഞ്ചത്തിലുള്ളത് എന്നൊക്കെ പറയുമ്പോൾ ആധുനിക ശാസ്ത്രത്തിന്റെ പുതിയ പുതിയ അന്വേഷണങ്ങൾ ചെന്നെത്തി നിൽക്കുന്നതും ഇവിടേക്ക് തന്നെയാണ്. അവരും പറയുന്നത് ഈ പ്രപഞ്ച സൃഷ്ടിക്ക് കാരണമായിട്ടുള്ള ഒരു മഹാശക്തി ഊർജം, ആ ഊർജത്തിന്റെ സമാനമായ വിതരണം പ്രപഞ്ചത്തിൽ എല്ലായിടത്തും ഉണ്ട്. അതിന്റെ ഏതാണ്ടൊരു പ്രതീകം, ചെറിയൊരു പ്രതീകമാണ്, സൂക്ഷ്മരൂപത്തിലുള്ള ഒന്നാണ് മനുഷ്യൻ എന്ന നിലയിലേക്ക് ആധുനിക ശാസ്ത്ര ഗവേഷണങ്ങളും അന്വേഷണങ്ങളും പോലും എത്തുകയാണ്. ഇന്നത്തെ ശാസ്ത്ര ഗവേഷണങ്ങളുടെ ഒരു സർട്ടിഫിക്കറ്റും വേണ്ട നമ്മുടെ ഹിന്ദു സംസ്കാരത്തിന്റെ, നമ്മുടെ ദർശനങ്ങളുടെ ശക്തിയെ ലോകത്തിന് മുമ്പാകെ അവതരിപ്പിക്കേണ്ടത് അങ്ങനെ തന്നെ ശരിയായിട്ടുള്ള ഒന്ന് തന്നെയാണ്. ഇവിടെ ഞാൻ സൂചിപ്പിച്ചു, ഈ വ്യക്തിയുടെയും പ്രപഞ്ചത്തിന്റെയും പ്രതീകം എന്ന നിലയിലാണ്, ആ പ്രപഞ്ചത്തെ സൃഷ്ടിച്ച ശക്തി നിലനിൽക്കുന്ന കേന്ദ്രങ്ങൾ എന്ന നിലയിലാണ്, അതിന്റെ പ്രതീകം എന്ന നിലയിലാണ് ക്ഷേത്രങ്ങൾ നിർമ്മിക്കപ്പെട്ടിരിക്കുന്നത്. ക്ഷേത്രത്തെ ആ നിലയിൽ വേണം കാണാൻ. അതുകൊണ്ട് ഭഗവത്ഗീതയിൽ ഭഗവാൻ പറയും, ഇതം ശരീരം കൗന്തേയ ക്ഷേത്രമിത്യഭിധീയതേ. ഈ ശരീരമില്ലേ, നമ്മുടെ ശരീരം, ഇതം ശരീരം കൗന്തേയ ക്ഷേത്രമിത്യഭിധീയതേ. ആ ക്ഷേത്രം എന്ന പദത്തെ പണ്ഡിതന്മാർ പല അർത്ഥത്തിലും വ്യാഖ്യാനിക്കുന്നുണ്ടെങ്കിലും സാമാന്യ ബുദ്ധി ഉള്ള ആള് എന്ന നിലയിൽ ഞാനതിനെ നമ്മുടെ ഈ ക്ഷേത്രമായിട്ടും കാണുകയാണ്. അതിന് ഉപോത്ബലകമായ വേറെ പല തെളിവുകളുണ്ട്. ഇപ്പൊ ക്ഷേത്ര ആരാധനയുടെ, ക്ഷേത്രതന്ത്രത്തിന്റെ, ക്ഷേത്രശാസ്ത്രത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട, തന്ത്രശാസ്ത്രത്തിന്റെ പ്രധാനപ്പെട്ട ഗ്രന്ഥമായിട്ടുള്ള തന്ത്രശാസ്ത്രത്തിൽ ഈ ചെറിയ പ്രായത്തിൽ തന്നെ അങ്ങേയറ്റം ആഴമുള്ള അറിവ് നേടിക്കഴിഞ്ഞ രാമേന്ദ്ര അടിഗേരിയുടെ മുമ്പിൽ വെച്ചിട്ടൊക്കെ പറയുന്നതൊക്കെ ശരിയാണെന്ന് എനിക്കറിയില്ല. ഏതായാലും കുളാർണവ തന്ത്രത്തിൽ, അതിന്റെ ഏറ്റവും പ്രകൃഷ്ട ഗ്രന്ഥമായി കണക്കാക്കപ്പെടുന്ന കുളാർണവ ഗ്രന്ഥത്തിൽ ഇതിന് ഉപോത്ബലകമായി, ഇതിനെ സപ്പോർട്ട് ചെയ്യുന്നതോ അല്ലെങ്കിൽ തന്ത്രത്തിലുള്ളതിനെ ഗീത സപ്പോർട്ട് ചെയ്യുന്നതോ ആയിട്ടുള്ള ഒരു ശ്ലോകം കാണാം. ദേഹോ ദേവാലയ പ്രോക്തോ, ദേഹോ ദേവാലയ പ്രോക്തോ ജീവദേവ സദാശിവ. അതായത് ദേഹം തന്നെയാണ്, ശരീരം തന്നെയാണ്, മനുഷ്യ ശരീരത്തിന്റെ എല്ലാം നമുക്ക് ഈ ക്ഷേത്രത്തിലും കാണാൻ കഴിയുന്നു. ഇത് ഒരു പക്ഷേ നമ്മുടെ പുനഃപ്രതിഷ്ഠാ സമയത്ത് നടന്നിട്ടുള്ള സമ്മേളനങ്ങളിലോ അല്ലെങ്കിൽ ആ പുനഃപ്രതിഷ്ഠയ്ക്ക് വേണ്ടി വന്ന പണ്ഡിതന്മാരായ അർച്ചകന്മാര് നമ്മളോടൊക്കെ പറഞ്ഞു തന്നിട്ടുള്ള കാര്യം തന്നെയാണ്. ദേഹം തന്നെയാണ് ഈ ദേവാലയം. അങ്ങനെ കാണുന്ന, അങ്ങനെ പരിശുദ്ധിയോടുകൂടി കാണേണ്ടത് ആവശ്യമാണ്. ക്ഷേത്ര നിർമ്മാണത്തിന്റെയും ക്ഷേത്ര ഘടനയുടെയും പരിശോധിച്ചാൽ ഒരു സാധാരണ ക്ഷേത്രത്തിൽ ഉണ്ടാകേണ്ട എല്ലാം നമ്മുടെ ക്ഷേത്രത്തിലുമുണ്ട്. പ്രാകാരം എന്ന് പറഞ്ഞാൽ പുറമതിൽ, ആ പുറമതിലിനകത്ത് ഒരർത്ഥത്തിൽ ബാഹ്യാഹാരം എന്ന് പറയുന്ന ശിവേലിപ്പുര, അതേപോലെ മധ്യാഹാര എന്ന് പറയുന്നതായ വിളക്കുമാടവും മറ്റുമുള്ളത്, അന്തഹാര നാലമ്പലം, പിന്നീട് അന്തർമണ്ഡലം എന്ന് പറയുന്ന അകത്തെ ബലിപീഠം, ബലിപുരയോ അല്ലെങ്കിൽ ബലിവട്ടമോ എന്നൊക്കെ പറയാവുന്നത്. ഇത് ഈശ്വരന്റെ പ്രതീകമാണ്. ഈശ്വരന്റെ സ്ഥൂല ശരീരമായിട്ടാണ് കൽപ്പിക്കപ്പെടുന്നത്. ഈശ്വരന്റെ സ്ഥൂല ശരീരം. ഈശ്വരന്റെ സൂക്ഷ്മ ശരീരം ഏതാണ്? അതാണ് ശ്രീകോവില്, ബിംബം. ആ ബിംബം ആധാരമാക്കിയിരിക്കുന്ന ഷടാധാര പ്രതിഷ്ഠ, അതിന്റെ മുഴുവൻ ഷടാധാരങ്ങളും ചേരുന്നതാണ് അതിന്റെ സൂക്ഷ്മ ശരീരമെന്നോ ആത്മാവെന്നോ ഒക്കെ നമുക്ക് പറയാറുണ്ട്. ഇതിനെ ഈ രൂപത്തിൽ കാണുകയും മനസ്സിലാക്കുകയും ചെയ്യേണ്ടതിന്റെ
ആവശ്യകതയുണ്ട്. ഞാൻ ഇതിനെക്കുറിച്ച് കൂടുതൽ ആഴത്തിൽ പറയാനല്ല ഇന്നിവിടെ വന്നത്. ഇന്ന് ഹിന്ദു സമ്മേളനമാണ്, ഹിന്ദുത്വത്തെ കുറിച്ച് പറയാൻ തന്നെയാണ്. പക്ഷെ ക്ഷേത്രത്തിലേക്ക് നമ്മൾ എത്തുന്ന സമയത്ത് എന്തിനാണ് ക്ഷേത്രത്തിലേക്ക് പോകുന്നതെന്ന് ചോദിക്കുമ്പോൾ നമ്മളെല്ലാവരും പറയും പണ്ട് മുതലേ പോകുന്ന ഒരു പതിവുണ്ട്, അതുകൊണ്ടൊന്ന് പോയി എന്ന് മാത്രമേ ഉള്ളൂ. പിന്നെയും കുറച്ചുകൂടെ ചുഴിഞ്ഞു ചോദിച്ചാൽ പോയില്ലെങ്കിൽ ഒരു സുഖമില്ല, ശീലമായിപ്പോയി. ചെറുപ്പം മുതലേ അച്ഛനും അമ്മയൊക്കെ പോകണ്ടായിരുന്നു, പോണമെന്ന് പറഞ്ഞു ശീലമായിപ്പോയി. പോയില്ലെങ്കിൽ ഒരു സുഖമില്ല, ഒരു സ്വസ്ഥതയില്ല, അതുകൊണ്ടാണ് പോകുന്നത്. നല്ല കാര്യമാണ്. ക്ഷേത്രത്തിൽ പോയാൽ ഒരു സ്വസ്ഥതയാവും. നമ്മൾ എവിടെയാണോ നിൽക്കേണ്ടത് അവിടെ നമ്മളെ നിർത്താൻ, ഉറപ്പിച്ച് നിർത്താൻ അവിടെ ഒരു ശക്തി പ്രവർത്തിക്കുന്നു. അതിനാണ്. പിന്നെ ചിലര് കുട്ടികൾ ക്ഷമിക്കണം, കുട്ടികളോടൊക്കെ ചോദിച്ചാൽ പറയും അവർക്ക് ചില ആവശ്യങ്ങളുണ്ട്. പരീക്ഷ വരുന്നുണ്ട്, പഠിച്ചിട്ടില്ല, നന്നായിട്ട് പരീക്ഷയ്ക്ക് പഠിച്ച കാര്യങ്ങളിൽ നിന്ന് തന്നെ അല്ലെങ്കിൽ ലളിതമായ ചോദ്യങ്ങൾ വരണം, അതിന് ഇത്തിരി കമ്മീഷനൊക്കെ കൊടുത്ത് എങ്ങനെങ്കിലും ഒന്ന് പ്രീതിപ്പെടുത്തി വഴിപാട് കഴിക്കാൻ വേണ്ടി പോവുകയാണ്. ചിലര് ഒരു സ്വസ്ഥതയില്ല, സ്വസ്ഥത കിട്ടാൻ വേണ്ടി പോവാണ്. മറ്റേ പറയും വഴിപാട് കഴിക്കാം. വഴിപാട് എന്തിനാണ്? വഴിപാട് ചില ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട്. ഇതൊന്നും തെറ്റാണെന്നല്ല ഞാൻ പറയുന്നത്, ഒന്നും തെറ്റല്ല. ഇത് വലിയ സത്യങ്ങളും കൂടിയാണ്, യുക്തിപൂർവ്വം ചിന്തിച്ച വലിയ സത്യം കൂടിയാണ്. നമ്മുടെ ജീവിതം എന്താണ്? മനുഷ്യരുടെ ജീവിതം. മനുഷ്യ ജീവിതം എന്ന് പറയുന്നത് സുഖത്തിന് വേണ്ടിയിട്ട് തന്നെയാണ്. ആരും നിഷേധിച്ചിട്ട് കാര്യമില്ല. അവരവരുടേതായ തലത്തിലെ സുഖത്തിന് വേണ്ടിയിട്ടാണ്. ചിലർ പറയും അങ്ങനെയാണ് സന്യാസിമാരുടെ ജീവിതം, അത് സുഖമാണ്. അവര് കണക്കാക്കുന്ന സുഖം നമ്മുടെ സുഖമല്ല എന്ന് മാത്രമേ. നമുക്കിപ്പോ 3 നേരം ഭക്ഷണം കിട്ടിയ അന്നത്തെ കാര്യം പ്രശ്നം. പുതിയ മോഹൻലാലിന്റെ ചിത്രം വന്ന ആദ്യ ദിവസം തന്നെ കണ്ടാൽ വലിയ സുഖമാണ് ചിലർക്ക്. അന്നത്തെ ദിവസം തന്നെ പുതിയ മോഹൻലാലിന്റെ പുതിയ സിനിമ മോഹൻലാലൊന്നേ ഉള്ളൂ. അപ്പൊ ആവശ്യങ്ങൾക്കനുസരിച്ച് നമ്മൾ ചില ആവശ്യങ്ങൾ പൂർത്തീകരിക്കാൻ സുഖം കിട്ടും. പക്ഷെ വലിയ സന്യാസിമാർക്ക് അവർക്ക് ബ്രഹ്മസാക്ഷാത്കാരാണ് അവരുടെ സുഖം, അതിനുവേണ്ടി അവർ ആ സുഖത്തിന്. ഈ സുഖം മുഴുവൻ ഏത് സുഖമായാലും അത് എന്ത് തന്നെയായാലും വേണ്ടും വണ്ണമാണ് പോയി പ്രാർത്ഥിക്കുന്നത് എങ്കിൽ, വേണ്ടും വണ്ണമാണ് ആചാരാനുഷ്ഠാനങ്ങളെ പാലിച്ചുകൊണ്ടാണ് പോയി അഭ്യർത്ഥിക്കുന്നത് എങ്കിൽ അത് മുഴുവൻ തന്നെ നമുക്ക് നൽകാൻ പ്രാപ്തമായ കരുത്തുള്ള ഇടമാണ്, മഹാശക്തി തന്നെയാണ് ക്ഷേത്രം എന്ന് പറയുന്നത്. പക്ഷെ അവിടെ ഞാനൊരു ഒരു മുന്നുപാധി വെച്ചു. എങ്ങനെയാണോ പോകേണ്ടത് അങ്ങനെ തന്നെ പോകണം. ചില ആചാരങ്ങളുണ്ട്, ചില അനുഷ്ഠാനങ്ങളുണ്ട്, ചില പഥ്യങ്ങളുണ്ട്, അവയൊക്കെയും പാലിച്ചുകൊണ്ട് പോകേണ്ടത്. അങ്ങനെ പോകുന്നവരാണ് ഈ ക്ഷേത്ര പരിധിയിലുള്ള ഈ ഗ്രാമപ്രദേശത്തിലെ ആൾക്കാർ എന്നതാണ് ഈ ക്ഷേത്രത്തിന്റെ ഐശ്വര്യം. നമ്മുടെ ക്ഷേത്രത്തിന്റെ ഐശ്വര്യം എന്ന് പറയുന്നത് ഭക്തന്മാരുടെ പ്രാർത്ഥന കൊണ്ടും നമ്മുടെ ഭക്തി കൊണ്ടും നമ്മുടെ നിഷ്ഠ കൊണ്ടും ഒക്കെ കിട്ടുന്നതാണ്. അതിനോടൊപ്പം തന്നെ ഇവിടുത്തെ അർച്ചകന്റെയും പൂജാരിയുടെയും പൂജാവിധികളുടെ മഹത്വം കൊണ്ടുകൂടി ഇതിന് ശക്തി കൈവരുന്നു. അപ്പൊ ഈ ആചാരവും അനുഷ്ഠാനവും പാലിക്കാൻ ആരാണ് നമ്മളെ പഠിപ്പിക്കുന്നത്? അത് പഠിക്കുന്നുണ്ടോ, പഠിപ്പിക്കുന്നുണ്ടോ? ക്ഷേത്രത്തെ കൃത്യമായി മനസ്സിലാക്കുകയും മനസ്സിലാക്കിക്കൊണ്ട് അവിടെ പൂജ നടത്താൻ, അവിടെ നമ്മുടെ പ്രാർത്ഥനകൾ നടത്താൻ വരികയും ചെയ്യേണ്ടതിന് ശിക്ഷണം കിട്ടുന്നുണ്ടോ? പരിശീലനം. എനിക്കറിയില്ല, നമ്മുടെ ക്ഷേത്രത്തെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ സംവിധാനങ്ങളുണ്ടോ എന്നെനിക്കറിയില്ല. ഞാനങ്ങനെ ഇവിടെ തന്നെ ആദ്യമായിട്ടാണ് വരുന്നതെന്നാണ് എനിക്ക് തോന്നുന്നത്. പല ക്ഷേത്രങ്ങളിലും അത് കാണുന്നില്ല എന്നാണ് വസ്തു. അതിനു വേണ്ടിയിട്ടുള്ള സംവിധാനം കൂടി ചെയ്യുമ്പോഴാണ് ഇത്തരം സമ്മേളനങ്ങളും ഇത്തരം പരിപാടികളും ഫലവത്താവുക. എങ്കിൽ മാത്രമേ വരും തലമുറ ഹിന്ദുത്വനിഷ്ഠരായ ഒരു തലമുറയായി വളർന്നു വരികയുള്ളൂ. ഇപ്പൊ ഹിന്ദുത്വം നമ്മുടെ ഉള്ളിൽ നിന്ന് ചോർന്നു പോയതാണ്. ചോർന്നു പോയത് കൊണ്ടാണ് ഇന്ന് മുഴുവൻ ഭാരതത്തിലും നമ്മുടെ കേരളത്തിലും നമ്മുടെ പ്രദേശങ്ങളിലുമൊക്കെ നമ്മുടെ സമൂഹത്തിന് ഒരു തരത്തിലുള്ള തകർച്ച ഉണ്ടായത് എന്നിവിടെ പറഞ്ഞു വെച്ചു, നേരത്തെ പറഞ്ഞു. അതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രതിരോധം, അതിന്റെ കരുത്ത് നിർമ്മിക്കേണ്ട കേന്ദ്രം ക്ഷേത്രങ്ങളാണ്. ഗ്രാമക്ഷേത്രങ്ങളെ ശക്തിപ്പെടുത്തുകയും അവിടുത്തെ ആരാധനയും അവിടുത്തെ പൂജയും അവിടുത്തെ പ്രാർത്ഥനയും ഒക്കെ വേണ്ടും വണ്ണം ആവുകയും ചെയ്യുന്നതാണ് ഒരു പടി. അതുകൊണ്ട് മാത്രമായില്ല, അതിനപ്പുറത്തേക്ക് കടന്ന് ഇവിടെ സൂചിപ്പിച്ചതുപോലെ ഹിന്ദുക്കൾ സംഘടിതരാവണം. അവരുടെ ശക്തി മനസ്സിലാക്കിക്കൊണ്ട് പ്രവർത്തനം മുന്നോട്ട് പോകാൻ നേരിടുന്നതായ പ്രശ്നങ്ങളെ കൃത്യമായി മനസ്സിലാക്കേണ്ടതിന്റെ ആവശ്യം. ഇവിടെ സൂചിപ്പിച്ചു ആരാണ് ഈ ഹിന്ദു എന്ന് പറയുന്നത്. ഇന്നിപ്പോ ഹിന്ദു എന്ന് പറയുന്നത് തന്നെ വലിയൊരു അപകടകരമായ കാര്യമായിട്ടാണ് പറഞ്ഞു വെച്ചിരിക്കുന്നത്. നിങ്ങൾ പലരും ഈ സമ്മേളനത്തിന്റെ ആവശ്യത്തിന് വേണ്ടി ചിലരെയൊക്കെ സമീപിക്കുമ്പോൾ നമ്മുടെ നാട്ടിൽ വിശേഷപ്പെട്ട ഒരു വിഭാഗം ജനങ്ങളുണ്ട്.
ഞാനത് പറയുമ്പോൾ അത് രാഷ്ട്രീയമായിട്ടൊന്നും ആരും കണക്കാക്കരുത് കേട്ടോ. ഞാനൊരു സത്യം പറയുകയാണ്. അവരെ ആ വിശേഷപ്പെട്ട വിഭാഗം ജനസിൽപ്പെട്ടവരെന്ന് പറയുന്നത് മതേതരക്കാരാണ്. മതേതരം എന്നാണ് അവര് ആവർത്തി, ഞങ്ങൾ മതേതരക്കാരാണെന്ന് പറയും. അത് പറയുന്നത് ഒരു വിഭാഗക്കാർ മാത്രമാണ്. നിങ്ങൾ നോക്കിക്കോളൂ, അത് 99.99 പേരും ഹിന്ദുക്കൾ തന്നെ പറയുള്ളൂ. അത് പറയുന്നവരവർ മാത്രമേ ഉള്ളൂ. ഒരു പുതിയ തരം അസുഖമാണ്. നമ്മളെ മതേതരം പഠിപ്പിക്കുകയാണ് ഭാരതീയരെ. സ്വാമി വിവേകാനന്ദൻ ഷിക്കാഗോയിൽ മതമഹാസമ്മേളനത്തിന് പോയപ്പോ അദ്ദേഹം അവിടെ വെച്ച് പറഞ്ഞു, അവിടെ വെച്ച് അദ്ദേഹത്തിന്റെ ഒരു പ്രസിദ്ധമായ പ്രഖ്യാപനം ഉണ്ട് ആ പ്രഭാഷണത്തിൽ. In my language, that Sanskrit, there is no translation for tolerance. എന്ന് വെച്ചാൽ സഹിഷ്ണുത എന്ന് നമ്മൾ ഇന്ന് തർജ്ജമ ചെയ്തിട്ടുള്ള പദം സത്യത്തിൽ ഭാരതത്തിലെ പദത്തിൽ വരുന്നതല്ല. അത് പിന്നീട് ഉണ്ടാക്കിയതാണ്. പിന്നീട് അദ്ദേഹം പറയുകയാണ്, ദിസ് ടോളറൻസ് ആസ് സച്ച് ഇറ്റ് ഈസ് എ നെഗറ്റീവ് ടേം. അതൊരു നിഷേധാത്മകമായ പദപ്രയോഗമാണ്. അപ്പൊ നമുക്കറിയാം, ഈ ഇരിക്കുന്ന ആൾക്കാരെല്ലാം നിങ്ങൾ പലരും കൂടി പറഞ്ഞിട്ടായിരിക്കാം എന്നെയൊക്കെ വിളിച്ചുകൊണ്ട് വന്നിരിക്കുന്ന ഈ പരിപാടിയിൽ. അപ്പൊ ഞാനിങ്ങനെ പറയുന്നത് എന്തൊക്കെയോ സത്യത്തിൽ വിരദോഷ പറയുന്നത്, എന്നാലും വിളിച്ചുകൊണ്ട് വന്നല്ലേ, പാവം പറഞ്ഞോട്ടെ എന്ന് വിചാരിച്ച് സഹിക്കുന്നില്ലേ? അതിനെയാണ് സഹിഷ്ണുത എന്ന് പറയുന്നത്. ഇതിനെയാണ് എഴുന്നേറ്റ് പോകാൻ നിവൃത്തിയില്ലാത്ത കമ്മിറ്റിക്കാരെല്ലാം ഇരിക്കുന്നു എന്ന് പറയുന്നതാണ് സഹിഷ്ണുത. നേരെ മറിച്ച് ഇയാൾ പറയുന്നതിലും ചില സത്യങ്ങളുണ്ട്, ചിലതൊക്കെ എല്ലാവരിലും. അപ്പൊ അത് നമുക്ക് ഉൾക്കൊള്ളാൻ സാധിക്കും എന്ന് പറയുന്നത് സഹിഷ്ണുതയല്ല. സഹിഷ്ണുതയ്ക്കും അപ്പുറത്തുള്ള ഒന്നാണ് സർവധർമ്മ സമഭാവന. അപ്പൊ ഭാരതീയർ അല്ലെങ്കിൽ ഹിന്ദുക്കൾ ലോകത്തിന് നൽകിയ സന്ദേശത്തെ കുറിച്ച് സ്വാമിജി പറയുന്നത് അത് കേവലം ടോളറൻസ് അല്ല, കേവലം സഹിഷ്ണുതയല്ല, അതിനും അപ്പുറത്തുള്ള സർവധർമ്മ സമഭാവനയാണ്. ഹിന്ദുക്കളുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സവിശേഷതയാണത്. അതുകൊണ്ടാണ് ഏകം സദ വിപ്രാഹ ബഹുധാ വദന്തി എന്ന പ്രയോഗം, എന്ന തത്വദർശനം നമ്മൾ ആധാരമായിട്ട് സ്വീകരിച്ചിട്ടുള്ളത്. ആരെങ്കിലും ഒന്ന് പറഞ്ഞു തരും, ഞാൻ എന്റെ അന്വേഷണത്തിൽ ഇന്നോളം കണ്ടിട്ടില്ല, ഇന്നോളം കേട്ടിട്ടില്ല, മനസ്സിലാക്കിയിട്ടില്ല, ലോകത്ത് അങ്ങനെ ഏതെങ്കിലും മതമുണ്ടോ എന്ന്. സ്വന്തം മതഗ്രന്ഥത്തിൽ അഭിമാനപൂർവ്വം എല്ലാവരും പറയുന്നത് ശരിയാണ് എന്ന് എഴുതി വെച്ചിട്ടുള്ള മതഗ്രന്ഥങ്ങളുണ്ടോ എന്ന് എനിക്കറിയില്ല. എന്റെ പഠനത്തിൽ ഇതുവരെ എനിക്ക് കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. പകരം എന്റെ മാർഗത്തിലേക്ക് വരുന്നില്ല എങ്കിൽ നീ വധാർഹനാണ്, ആദതായിയാണ് എന്ന് പറയുന്നവരെ ഞാൻ കണ്ടിട്ടുള്ളൂ. പുസ്തകങ്ങൾ ഞാൻ വായിച്ചിട്ടുണ്ട്. ഇത് പറയുന്നതിന്റെ മതനിന്ദയാകുമെന്ന് എനിക്ക് സംശയമാണ്. ഇന്നാലും കോടതിയിൽ പിടിച്ചുകൊണ്ടുപോയി ശിക്ഷിക്കോ മറ്റോ ചെയ്യുമെന്ന് സംശയമുണ്ട്. പക്ഷെ പരമാർത്ഥല്ലേ പറയുന്നത്. നേരെ മറിച്ച് ഹിന്ദുവിന്റെ ഗ്രന്ഥം നോക്കും. ഏത് ഗ്രന്ഥം? ആകാശാൽ പതിതം തോയം യഥാ ഗച്ഛതി സാഗരം സർവദേവ നമസ്കാരം കേശവം പ്രതിഗച്ഛതി. ഇതല്ലേ പറയുന്നത്. ആകാശാൽ പതിതം തോയം, ഈ ആകാശത്തിൽ നിന്ന് മേഘജാലങ്ങളിൽ നിന്ന് ജലം മഴയായി പൊഴിയുന്നു. ആ പൊഴിയുന്ന മഴ ചെറു അരുവികളായി, വൻ അരുവികളായി, നദികളായി, നദങ്ങളായി, മഹാനദങ്ങളായി ഒഴുകിപ്പരക്കുന്നുണ്ടെങ്കിലും നേരെയാകട്ടെ വളഞ്ഞാകട്ടെ ഏതു വഴി ഒഴുകിയാലും അവസാനം കേശവം പ്രതിഗച്ഛതി, അവസാനം മഹാസാഗരത്തിൽ ഒരിടത്തേക്ക് എത്തിച്ചേരും. ഇതാണ് നമ്മുടെ വിശ്വാസ പ്രമാണം. സ്വാമിജി തന്നെ ഷിക്കാഗോ സമ്മേളനത്തിൽ ഇതിന് ബലം പകരുന്നതിന് വേണ്ടി അദ്ദേഹം ഉദ്ധരിച്ച ഒരു ശ്ലോകമുണ്ട് അവിടെ. ആ ശ്ലോകം എന്താ? ദേവാൻ ഭാവയതാനീന തേ ദേവാ ഭാവയന്തു. ദേവതകളെ ആരാധിക്കുന്നതിന് വേണ്ടി ഏത് പേരിട്ട് വിളിച്ചാലും ആ പേരിലും ആ രൂപത്തിലും നിന്നെ ഞാൻ അങ്ങോട്ട് വന്ന് സ്വീകരിച്ചു കൊള്ളാം എന്ന ദർശനമാണ് എന്റേത്. അവിടെ തന്നെ അദ്ദേഹം ശിവമഹിമ സ്തോത്രത്തിൽ നിന്ന് ശ്ലോകം ഉദ്ധരിച്ചുകൊണ്ട് പറയുന്നുണ്ട്, ഏതു വഴിയിലൂടെ ഒഴുകിയാൽ പ്രീ സാഖ്യം യോഗം പശുപതിമത്വം വൈഷ്ണവം എന്ന് തുടങ്ങുന്ന ആ ശിവമഹിമ സ്തോത്രം ഉദ്ധരിച്ചുകൊണ്ട് അദ്ദേഹം പറയുന്നു, വേദമായാലും ശൈവമായാലും വൈഷ്ണവമായാലും ഏതു തരം വിശ്വാസ പ്രമാണമായാലും നേരെ ഒഴുകിയാലാകട്ടെ വളഞ്ഞൊഴുകിയാലാകട്ടെ ഒടുവിൽ എത്തിച്ചേരുക സമുദ്രത്തിലാണ്. ഈ വിശ്വാസം അടിസ്ഥാന വിശ്വാസമായി സ്വീകരിച്ചിട്ടുള്ള ഒരു ദർശനമാണ് നമ്മുടെ. അതുകൊണ്ടാണ് ലോകത്ത് ഹ്യൂമൻ റൈറ്റ്സ് എന്ന പേരിട്ടുള്ള മനുഷ്യാവകാശത്തിന്റെ രേഖയൊന്നും പഠിച്ചിട്ടോ എഴുതിയുണ്ടാക്കിയിട്ടോ ഒരു ഐക്യരാഷ്ട്രസഭയും ഹ്യൂമൻ റൈറ്റ്സ് റെസല്യൂഷൻ പഠിപ്പിച്ചിട്ടോ അല്ല ഭാരതത്തിലേക്ക് വന്ന അന്യമതസ്ഥരെ ഇരു കൈകളും നീട്ടി നമ്മൾ സ്വീകരിച്ചു. അത് ശരിയായ തെറ്റായതുള്ളതൊക്കെ കാലം വിലയിരുത്തട്ടെ. പക്ഷേ 2000 വർഷങ്ങൾക്ക് അപ്പുറത്ത് ഇവിടേക്ക് വന്ന അന്യമതസ്ഥർ, ഇപ്പം ഗ്രീക്കുകാർ വന്നു ഇവിടേക്ക്. ആ ഗ്രീക്കുകാരെ ആക്രമണകാരികളായി വന്നവരാണ്
ദാർശനികമായ സമീപനം. ഹൂണന്മാര് വന്നു, രക്തം ദേഹി യുദ്ധം ദേഹി എന്നൊക്കെ പറഞ്ഞിട്ടാണ് അവർ വന്നത്. രക്തം തരൂ, യുദ്ധം തരൂ, ജീവൻ തരൂ എന്ന് പറഞ്ഞ അക്രമികളായിട്ടാണ് വന്നത്. പക്ഷെ നമ്മുടെ സംസ്കാരം അവരെ യുദ്ധത്തിൽ തോൽപ്പിച്ചു എന്നുള്ളത് സത്യമാണ്. നേരത്തെ ഇവിടെ പറഞ്ഞില്ലേ, യുദ്ധത്തിൽ സന്നദ്ധനായി നിൽക്കുന്ന രാമനെ കുറിച്ച്, പ്രേമത്തിൽ സ്നേഹത്തിൽ ബദ്ധനായി നിൽക്കുന്ന രാമനെ കുറിച്ച് പറഞ്ഞില്ല. അത് നമ്മുടെ പ്രകൃതാണ്. സ്നേഹത്തിൽ ബദ്ധനും രണത്തിൽ യുദ്ധത്തിൽ ബദ്ധനുമായിട്ടുള്ള സന്നദ്ധനുമായിട്ടുള്ള സിദ്ധരുമായിട്ടുള്ള നമ്മൾ അവരെ തോൽപ്പിച്ചു എന്നുള്ളത് സത്യമാണ്. പക്ഷെ അതിനോടൊപ്പം സ്വാംശീകരിച്ചു നമ്മളിരിക്കും. പിന്നീട് നമ്മുടെ കേരളത്തിലല്ലേ ക്രൈസ്തവ സമൂഹത്തിൽപ്പെട്ട മറ്റു ചില മത ഗ്രൂപ്പുകൾ ഓരോന്നായി നമ്മുടെ നാട്ടിലേക്ക് വന്നത്, സിറിയയിൽ നിന്നുമൊക്കെ. ഞാൻ ചോദിക്കുന്നത്, രണ്ടാം ലോക മഹായുദ്ധത്തിന് ശേഷം UNO ഉണ്ടായതിനു ശേഷം, ഐക്യരാഷ്ട്ര സഭ ഉണ്ടായതിനു ശേഷം ഹ്യൂമൻ റൈറ്റ്സ് റെസൊല്യൂഷൻ ഒക്കെ ഉണ്ടാക്കിയിട്ട് ലോകത്തിൽ ഹ്യൂമൻ റൈറ്റ്സ്, മാനവാധികാരങ്ങൾ, മാനവ അവകാശങ്ങളുണ്ട്. ആ മനുഷ്യാവകാശങ്ങളെ സംരക്ഷിക്കുന്നതിന് വേണ്ടി വന്നു കയറുന്നവരെ, അഭയാർത്ഥികളെ സ്വീകരിക്കണമെന്നൊക്കെ പറഞ്ഞ് അവരൊരു ഇൻഡാസ് ഉണ്ടാക്കി. അത് 1942 ശേഷമാണ്. പക്ഷെ അതിനെത്രയോ മുമ്പ് പാഴ്സികളായാലും യഹൂദരായാലും സിറിയക്കാരായാലും ഒക്കെ ഇവിടേക്ക് വന്നപ്പോൾ ഇരു കൈയും നീട്ടി സ്വീകരിച്ചു. എന്തുകൊണ്ടാണ്? നമ്മുടെ രക്തത്തിൽ, നമ്മുടെ DNA-യിൽ ആ സർവധർമ്മ സമഭാവന ഉള്ളതുകൊണ്ടാണ്. ഇത് ഹിന്ദുക്കളുടെ ഏറ്റവും പ്രധാനപ്പെട്ട സവിശേഷതകളിൽ ഒന്നാണ്. ഏറ്റവും പ്രധാനപ്പെട്ട സവിശേഷത ഇത് മനസ്സിലാക്കിയിട്ടാണ്, ഈ ഹിന്ദുത്വത്തിന്റെ ഈ പ്രത്യേകത മനസ്സിലാക്കിയിട്ടാണ് മഹാകവി രവീന്ദ്രനാഥ ടാഗോർ. ടാഗോറിനെ കുറിച്ച് പറയുമ്പോൾ ഈ കൂട്ടത്തിൽ ഒരല്പം സാഹിത്യബോധവും അല്ലെങ്കിൽ ഇവിടുത്തെ പുരോഗമന സാഹിത്യത്തെ കുറിച്ചുള്ള ബോധമൊക്കെയുള്ള ആൾക്കാർ വിചാരിക്കും ടാഗോറിനെ എന്തിനാ ഹിന്ദുവാക്കാൻ ശ്രമിക്കുന്നതെന്ന് തോന്നാം. ടാഗോറിനെ ശരിക്കും പഠിച്ചാൽ നമുക്ക് മനസ്സിലാക്കാം, യഥാർത്ഥ ലക്ഷണമൊത്ത ഹിന്ദു ആയിരുന്നു ഇല്ലയോ നമുക്ക് തിരിച്ചറിയാൻ പറ്റും. അദ്ദേഹത്തിന്റെ ഏറ്റവും പ്രസിദ്ധമായ ഗദ്യകൃതി ഏത് എന്ന് ചോദിച്ചാൽ, ദാർശനിക കൃതി ഏതെന്ന് ചോദിച്ചാൽ ഒരു സംശയമില്ലാതെ ഞാൻ പറയും സ്വദേശി സമാജ് എന്ന് പറയുന്ന ഗ്രന്ഥമാണ്. ആ സ്വദേശി സമാജിൽ അദ്ദേഹം ഒരു വസ്തുത പറയുന്നുണ്ട്. ഭാരതീയരുടെ, ഹിന്ദുക്കളുടെ പ്രത്യേകതയെ കുറിച്ച് അദ്ദേഹം വർണ്ണിക്കുകയാണ്. നമ്മൾ ഒരിക്കലും ആരെയും അന്യരായി കാണുന്നില്ല. നെവർ വി കൺസിഡർ എനിവൺ ആസ് അതേഴ്സ്. അന്യരായി നമ്മൾ കാണുന്നില്ല, ശത്രുക്കളായി കാണുന്നില്ല. അവരെ മുഴുവൻ സ്വീകരിച്ചിട്ടേ ഉള്ളൂ. ഓരോ എതിർപ്പ് കടന്നു വരുമ്പോഴും അതിനെ അതിജീവിച്ച് എല്ലാറ്റിനെയും ഉൾക്കൊണ്ട് നമ്മൾ മുന്നോട്ട് പോയിട്ടേ ഉള്ളൂ. ഇതാണ് ഭാരതീയ ഹൈന്ദവ സംസ്കൃതിയുടെ പ്രത്യേകത എന്നൊക്കെ പറഞ്ഞു മുന്നോട്ട് പോയതിനു ശേഷം ടാഗോർ പറയുന്ന ഒരു വരിയുണ്ട്. ഹിന്ദുക്കളുടെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രത്യേകതയായി ഞാൻ കാണുന്നതാണ്. അദ്ദേഹം പറയുന്നു, ഐ കോട്ട്, ഹിന്ദു, മുസ്ലിം, ക്രിസ്ത്യൻസ്, ബൗദ്ധ്, ജൈൻ, they will not fight each other and end here. They will find a joining point here, a uniting point here. That uniting point is not non-Hindu but essentially Hindu. ഈ സ്വദേശി സമാജിലെ പ്രധാനപ്പെട്ട ഒരു പാരഗ്രാഫാണ് ഞാൻ പറയുന്നത്. ഇവിടെയുള്ള മതത്തിന്റെ അടിസ്ഥാനത്തിൽ നോക്കിയാൽ ഹിന്ദുക്കളോ ക്രിസ്ത്യാനികളോ മുസ്ലിങ്ങളോ അന്യമതസ്ഥരോ ഒക്കെ പരസ്പരം പോരടിച്ച് ഇവിടെ ഇല്ലാതാവില്ല. ടാഗോറിന്റെ ഉറപ്പാണ്. They will not end here by fighting each other. അന്യോന്യം സംഘർഷം ചെയ്ത് മരിക്കില്ല, ഇല്ലാതാവില്ല. പിന്നെയോ അദ്ദേഹം പറയാണ്, they will find a uniting point here. യുണൈറ്റ് ചെയ്യുന്ന, ഒരുമിപ്പിക്കുന്ന ഒരു ശക്തിയെ, ഒരു ബിന്ദുവിനെ അവർ കണ്ടെത്തും. അതേത് എന്ന് പറയാണ്. അടുത്ത വരി അദ്ദേഹം പറയാണ്, that uniting point, that joining point is not non-Hindu. രണ്ട് നെഗറ്റീവിനെ ഉപയോഗിച്ചിരിക്കുകയാണ്. ഭാഷാശാസ്ത്രത്തിൽ നമുക്കറിയാം, രണ്ട് നെഗറ്റീവ് എന്ന് പറഞ്ഞാൽ പോസിറ്റീവാണ്, പോസിറ്റീവാണ്. ഇപ്പൊ നോട്ട് നോൺ ഹിന്ദു എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ഹിന്ദു എന്നാണ്. അത്രയും പറഞ്ഞാൽ മതി. കവി എന്ന നിലയിൽ, കവിയുടെ ലക്ഷണത്തിൽ ഏറ്റവും പ്രധാനമായി പറയുന്നത് വാക്കുകൾ ഏറ്റവും കുറച്ച് ഉപയോഗിക്കുക. പിശുക്കുള്ളവനാണ് കവി. പിശുക്കെന്ന് പറഞ്ഞാൽ പൈസയുടെ കാര്യത്തിലല്ല, വാക്ക് ഉപയോഗിക്കുന്ന കാര്യത്തിൽ എത്രയും ആറ്റിക്കുറുക്കി പറയാൻ കഴിയുന്നതാണ് കവിത്വത്തിന്റെ ലക്ഷണം. ടാഗോർ നമ്മൾ ഭാരതം ആധുനിക കാലത്തെ കണ്ടിട്ടുള്ള വെച്ച് ഏറ്റവും നല്ല കവിയായിട്ട് കൂടി അദ്ദേഹം അവിടെ തൃപ്തനാവുന്നില്ല. നോട്ട് നോൺ ഹിന്ദു എന്ന് പറഞ്ഞിട്ട് തൃപ്തനാവുന്നില്ല. ഒരു വരിയുടെ ആഡ് ചെയ്യാണ് അദ്ദേഹം. എന്താ പറയുന്നത്? എസൻഷ്യലി ഹിന്ദു. ഇപ്പൊ ആദ്യം പറയുന്ന ഹിന്ദു മതപരമായ ഹിന്ദുവാണ് എങ്കിൽ രണ്ടാമത് പറയുന്ന ഹിന്ദു ഏതാണ്? അത് ഈ ഭാരതത്തെ മുഴുവൻ ഉൾക്കൊള്ളുന്ന ഭാരതത്തിന്റെ ദേശീയത്വത്തിന്റെ, സംസ്കാരത്തിന്റെ, സ്വത്വത്തിന്റെ പേരായിട്ടാണ് അദ്ദേഹം പറയുന്നത്. അപ്പൊ ഹിന്ദുത്വത്തിന്റെ ഏറ്റവും വലിയ പ്രത്യേകത, ഹിന്ദുത്വത്തിന് ശക്തി വർദ്ധിക്കുന്നതോടുകൂടി നമ്മൾ ഇന്ന് കാണുന്നതായ അപകടങ്ങളെല്ലാം കുറയുമെന്നുകൂടിയാണ് ടാഗോർ ആശിക്കുന്നത്, പ്രതീക്ഷിക്കുന്നത്, ഉറപ്പായി പറയുന്നത്. നമ്മൾ പറയുന്നത് അപ്പൊ ശക്തിപ്പെടേണ്ടതിന്റെ ആവശ്യത്തെ കുറിച്ച് കൂടിയാണ് നമ്മൾ തിരിച്ചറിയുന്നത്.
മറ്റൊരു പ്രധാനപ്പെട്ട വസ്തുത, ഈ ഹിന്ദുത്വത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു സവിശേഷതയായി നമുക്ക് കാണാൻ കഴിയുന്നത്, ഹിന്ദു എന്ന് പറയുന്നത് എല്ലാറ്റിൽ നിന്നും ദോഷത്തെ ഇല്ലാതെയാക്കുന്നവൻ എന്നാണ് ഹിന്ദുവിന്റെ അർത്ഥം. ദോഷം ദൂരയതി ഹിന്ദു. ഹിന്ദു എന്നുള്ളതിന് എത്രയോ നിർവചനങ്ങൾ നമുക്ക് കൊടുക്കാൻ കഴിയും, പറയാൻ കഴിയും. ആ ഹിന്ദു പദത്തെയാണ് ചിലരൊക്കെ അവമതിക്കുന്നത്. ഹിന്ദു എന്ന് പറയുന്നത് ശരിയല്ല. ഹിന്ദുവിന്റെ അർത്ഥം എന്താ? ദോഷത്തെ ഇല്ലാതെയാക്കുന്നവനാണ്. പക്ഷെ ദോഷത്തെ ഇല്ലാതാക്കുന്നവൻ എന്ന അർത്ഥത്തിലുള്ള ഹിന്ദു പദം ഉപയോഗിക്കാൻ പാടില്ല എന്നാണ് ചിലരൊക്കെ കൽപ്പിക്കുന്നത്, പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇപ്പൊ കുറച്ചു കാലം മുമ്പ് നമ്മുടെ നാട്ടിലെ ഒരു പ്രധാനപ്പെട്ട നേതാവിനോട്, വീണ്ടും ഞാൻ നിങ്ങളോട് പറയുകയാണ്, എനിക്കറിയാം നിങ്ങൾ പല പല രാഷ്ട്രീയ ആദർശങ്ങളിൽ വിശ്വസിക്കുന്നവരാണ് ഇരിക്കുന്നത്. പക്ഷെ രാഷ്ട്രീയത്തെ മറന്നുകൊണ്ട് വേണം ഈ കാര്യത്തിൽ കാണാൻ. ഭാരതത്തിന്റെ ചരിത്രം കൂടി ഹിന്ദുത്വവുമായിട്ട് ഇഴപിരിഞ്ഞ് നിൽക്കുന്നതാണ്, നമുക്ക് അകറ്റാൻ സാധിക്കില്ല. അതുകൊണ്ട് പറയുക, ഒരു പ്രധാനപ്പെട്ട ദേശീയ നേതാവിനോട് ഒരിക്കൽ ചോദിച്ചു, വൈ യു ആർ എ ഹിന്ദു, നിങ്ങൾ എന്തുകൊണ്ടാണ് ഈ ഹിന്ദു ആകുന്നത് എന്ന്. അപ്പൊ അദ്ദേഹം മറുപടി പറഞ്ഞത് വളരെ പ്രസിദ്ധമായൊരു മറുപടിയാണ്. പ്രസിദ്ധം എന്ന് പറയണോ കുപ്രസിദ്ധം എന്ന് പറയണമെന്ന് എനിക്കറിയില്ല. കോൾ മീ എ ഡോങ്കി, ഡോണ്ട് കോൾ മീ എ ഹിന്ദു. എന്നെ വേണേ ഒരു കഴുതാൽ, അദ്ദേഹത്തിന്റെ ഒരു ജന്മാവകാശമാണ്, സ്വയം കഴുതയാണെന്ന് പറയുന്നതിൽ അഭിമാനം കാണുമെന്ന് പറയുന്നത് ചിലരെ സംബന്ധിച്ചിടത്തോളം ചെറിയ മനോരോഗം കൂടിയാണ്. പക്ഷെ അദ്ദേഹം അഭിമാനത്തോടെ പറഞ്ഞത്, അഭിമാനം എന്ന് തോന്നുന്ന വിധത്തിലുള്ള ഒരു തരം മനോരോഗത്തോടു കൂടി അദ്ദേഹം പറഞ്ഞത്, കോൾ മീ എ ഡോങ്കി, ഡോണ്ട് കോൾ മീ എ ഹിന്ദു. എന്നെ കഴുതാൻ വിളിച്ചോ എന്ന് പറഞ്ഞത് കഴിഞ്ഞ നൂറ്റാണ്ടിലെ കഥയാണ്. പിന്നീട് കുറച്ചുകൂടി കഴിഞ്ഞപ്പോ അദ്ദേഹത്തിന്റെ മകനോട് ഇതേ വിഷയത്തിൽ ചർച്ച നടന്നു. ഞാൻ ഇതിലൂടെ ആരും പേര് പറയുന്നില്ല കേട്ടോ, അതുകൊണ്ട് ആരെങ്കിലും രാഷ്ട്രീയമായി പറഞ്ഞു എന്നൊന്നും ആരും പറഞ്ഞേക്കല്ലേ. ചരിത്രത്തിന്റെ ചില വസ്തുതകൾ നിങ്ങളുടെ മുമ്പിൽ വയ്ക്കാൻ മാത്രമേ ചെയ്യും. അദ്ദേഹത്തോട് ചോദിച്ചു, എന്തുകൊണ്ടാണ് നിങ്ങൾ ഹിന്ദു അല്ലേ? ഞാൻ പറഞ്ഞല്ല, ശരിക്കു പറഞ്ഞാൽ ഞാൻ എന്റെ സംസ്കാരം കൊണ്ട്, ജീവിത രീതി കൊണ്ട്, പുരോഗമന ചിന്ത കൊണ്ട് ഐ ആം മുസ്ലിം. പിന്നെയോ എന്റെ വിദ്യാഭ്യാസം കൊണ്ട്, എന്റെ സംസ്കാരം കൊണ്ട് ഞാൻ ഒരു ക്രിസ്ത്യൻ. പിന്നെ അദ്ദേഹം പിന്നീട് അവസാനം പറഞ്ഞു, ആൻഡ് ഹിന്ദു ബൈ ആക്സിഡന്റ്. യാദൃച്ഛികമായി ഞാൻ ഹിന്ദുവായി പോയതുള്ളൂ. ഇത് ഈ കാലഘട്ടത്തെ വർണ്ണിച്ചുകൊണ്ട് ചില മഹാന്മാരായ നേതാക്കന്മാരെ ഹിന്ദുത്വത്തോട് എടുത്ത നിലപാടിനെ കുറിച്ച് ഞാൻ പറഞ്ഞു. അവർ ഹിന്ദു എന്ന് പറയാൻ തയ്യാറായില്ല. പിന്നീട് മറ്റൊരു പ്രധാനപ്പെട്ട 10-20 വർഷം കൂടി കഴിഞ്ഞപ്പോ മറ്റൊരു ദേശീയ നേതാവിനോട് ചോദിച്ചു, നിങ്ങൾ ഹിന്ദു ആണ് എന്നതിനെ കുറിച്ച്, നിങ്ങൾ ഹിന്ദു ആണ് ധർമ്മത്തിന് മതത്തിന്റെ അടിസ്ഥാനത്തിൽ നോക്കുമ്പോൾ, അതിനെക്കുറിച്ച് നിങ്ങൾക്ക് പറയാനുള്ളത് എന്താണ് എന്ന് ഇലുസ്ട്രേറ്റഡ് വീക്കിലി, ഭാരതത്തിലെ അക്കാലത്തെ ഏറ്റവും പ്രഗത്ഭമായ ഒരു വാരിക ചോദിച്ചപ്പോ അദ്ദേഹം ഉത്തരം പറഞ്ഞത്, ഹൂ ടോൾഡ് യു ദാറ്റ് ഐ ആം ഹിന്ദു? നിന്നോട് ആരാടാ പറഞ്ഞു? ചോദിച്ചാൾ പെട്ടുപോയി. എന്തൊരു കഷ്ടമാണ്. ഇപ്പൊ ഈ നമ്മുടെ നാട്ടിൽ ചില രാഷ്ട്രീയ നേതാക്കന്മാരുടെ മുമ്പിൽ ഇങ്ങനെ പത്രക്കാരിങ്ങനെ ആലില് വറയ്ക്കുന്ന പോലെ വറയ്ക്കുന്നത് നമുക്ക് കാണില്ല. അത്തരം ഒരു അനുഭവമാണ് അന്നും ഉണ്ടായത്. പറയുന്നത്, ഹൂ ടോൾഡ് യു ദാറ്റ് യു ആർ ഐ ആം ഹിന്ദു? ഞാൻ ഹിന്ദുവാണ്, നിന്നോട് ആരാടാ പറഞ്ഞത് എന്നാണ് തിരിച്ചു വെച്ചത്. അപ്പൊ ഹിന്ദുവിനോടുള്ള സമീപനം ഇങ്ങനെയാണ്. കുറച്ചുകൂടി കഴിഞ്ഞപ്പോ സ്വാതന്ത്ര്യമൊക്കെ കിട്ടിയതിന് ശേഷം ഒരു പ്രധാനപ്പെട്ട ദേശീയ തലത്തിൽ ചർച്ച ചെയ്യപ്പെടുന്ന ഒരു സാഹിത്യകാരൻ ഒരു പുസ്തകം എഴുതി. ആ പുസ്തകത്തിന്റെ പേരറിയാവുന്നവർ, പുസ്തകത്തിന്റെ ലേഖകനെ കുറിച്ച് അറിയാവുന്നവർ, വായന സ്വഭാവമാക്കിയിട്ടുള്ളവർക്ക് തീർച്ചയായിട്ടും ആ പുസ്തകം ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടാവും. അദ്ദേഹം ഒരു പുസ്തകം എഴുതി. ആ പുസ്തകത്തിന്റെ തലക്കെട്ട് വൈ ഐ ആം നോട്ട് എ ഹിന്ദു, ഞാൻ എന്തുകൊണ്ടൊരു ഹിന്ദു അല്ല എന്നാണ് അദ്ദേഹം എഴുതിയത്. അദ്ദേഹം വളരെ പ്രസിദ്ധനാണ്. അദ്ദേഹമാണ് ഭാരതത്തിന്റെ ദേശീയത എന്ന് പറയുന്നത്. ഇവിടെ രാമേന്ദ്ര അധികാരി ഗോവിന്റെ പ്രാധാന്യത്തെ കുറിച്ചൊക്കെ നമ്മളോട് പറഞ്ഞു, ഗോമാതാവിന്റെ മഹത്വത്തെ കുറിച്ചൊക്കെ അദ്ദേഹം പറഞ്ഞു. പക്ഷെ ഈ മാന്യൻ എഴുതിയ പുസ്തകത്തിലൂടെ അദ്ദേഹം സമർത്ഥിക്കുന്നത് ഭാരതത്തിൽ ഗോവിനല്ല പ്രാധാന്യം, പോത്തിനാണ് എന്നാണ്. അതുകൊണ്ട് അദ്ദേഹം വർണ്ണിച്ചത് ഭാരതത്തിന്റെ ദേശീയത ഗോവുമായിട്ട് ബന്ധപ്പെട്ടതിനേക്കാൾ കൂടുതൽ എരുമയുമായിട്ടാണ് ബന്ധപ്പെട്ടിരിക്കുന്നത്. അതുകൊണ്ട് ഭാരതത്തിന്റെ ദേശീയത എരുമ ദേശീയതയാണ്. വേറെ പുസ്തകം അദ്ദേഹത്തിന്റെ ബഫലോ നാഷണലിസം എന്ന് പറയുന്നൊരു പുസ്തകമുണ്ട്. എത്രയ്ക്ക് കുമാന്മാരാണ് എഴുതിക്കട്ടെ, പുണ്യ ചരിത്രന്മാരെന്നർത്ഥം. ഇതായിരുന്നു ആദ്യ ഘട്ടങ്ങളിലെ. ഞാൻ പറഞ്ഞു, കോൾ മീ എ ഡോങ്കി, ഡോണ്ട് കോൾ മീ എ ഹിന്ദു. ഐ ആം എ ഹിന്ദു ബൈ ആക്സിഡന്റ്. ഹൂ ടോൾഡ് യു ദാറ്റ് ഐ ആം എ ഹിന്ദു? വൈ ഐ ആം നോട്ട് എ ഹിന്ദു? ഇത് കാലഘട്ടങ്ങളിലൂടെ കടന്നു വന്ന ഹിന്ദുവിന്റെ ലക്ഷണങ്ങൾ. ആ കാലഘട്ടത്തിൽ ഹിന്ദു എന്ന് പറയാൻ പോലും അതിന് തയ്യാറായിട്ടില്ല. പക്ഷേ എങ്കിലും ഇവിടെ അദ്ദേഹം തന്നെ പരാമർശിച്ച ചില സംഘടനകളുടെ നിരന്തരമായ പ്രവർത്തനത്തിലൂടെ തന്നെ എനിക്കൊരു ഉറപ്പ് കിട്ടി. അദ്ദേഹത്തിന്റെ വാക്കിലൂടെ, അദ്ദേഹത്തിന് ഒരു രാഷ്ട്രീയം ഇല്ലാത്ത ആളാണ്,
വെറും സാധന മാത്രമുള്ള ഒരു വലിയ മനുഷ്യനാണ്. അദ്ദേഹം പറഞ്ഞു എങ്ങനെയാണ് ഹിന്ദുക്കൾ മുന്നോട്ട് പോകേണ്ടത്, അതിന്റെ ലളിതമായ മനസ്സിലൂടെ പറഞ്ഞു. അപ്പൊ എനിക്കൊരു കരം കിട്ടിയത് പറയാതെ, അത്തരം സംഘടനകളുടെ പ്രവർത്തനത്തിലൂടെ ഹിന്ദു സമൂഹം സംഘടിതരാവുകയും ഹിന്ദുത്വത്തിൽ അഭിമാനം കൊള്ളുകയും ചെയ്തപ്പോ പതുക്കെ ചിലരുടെ സ്വഭാവം മാറിയിട്ട് അവർ പറയാൻ തുടങ്ങി. ഒരു പുസ്തകം ഇറങ്ങി കുറച്ചു കാലം മുമ്പ്. ആ പുസ്തകത്തിന്റെ തലക്കെട്ട് വളരെ വിചിത്രമാണ്. വൈ ഐ ആം നോട്ട് എ ഹിന്ദു എന്ന പുസ്തകം എഴുതുകയും പ്രസിദ്ധീകരിക്കുകയും ചെയ്ത അതേ സമിതി തന്നെ മറ്റൊരു മാന്യനെ കൊണ്ടൊരു പുസ്തകം എഴുതിച്ചു. ആ പുസ്തകത്തിന്റെ തലക്കെട്ട് വൈ ഐ ആം എ ഹിന്ദു എന്നാണ്. ഞാൻ എന്തുകൊണ്ടൊരു ഹിന്ദു ആണെന്ന്. പതുക്കെ കാര്യങ്ങൾ മാറുകയാണ്. ഹിന്ദു എന്ന് പറയാൻ അഭിമാനമില്ലാതിരുന്ന കാലത്ത് നിന്ന് ഹിന്ദു എന്ന് പറയുന്നിടത്തേക്ക്. പക്ഷെ അത് കഴിഞ്ഞ് മുന്നോട്ട് വരുമ്പോൾ മറ്റൊരു വിചിത്രമായ പ്രതിഭാസം ഈ കാലഘട്ടത്തിൽ നമുക്ക് കാണാം. നമ്മൾ ജീവിക്കുന്ന കാലഘട്ടത്തിൽ അവിടെ പറയുന്നത് ഹിന്ദു ഇസമാകാം, പക്ഷേ ഹിന്ദുത്വ പാടില്ല എന്ന്. ഈ കൂട്ടരുടെ ഒരു പ്രത്യേകത, ഇത്തരം ആൾക്കാരുടെ ഒരു വലിയ പ്രത്യേകത, അവർ സമൂഹത്തിൽ ബൈനറികളെ സൃഷ്ടിക്കും. രണ്ടായിട്ട് തിരിക്കും സമൂഹത്തെ. വെളുത്തവരെന്നും കറുത്തവരെന്നും, ഉത്തര ഭാരതീയരെന്നും ദക്ഷിണ ഭാരതീയരെന്നും, മൂകാംബിക ക്ഷേത്രമെന്നും ഏഴംകുളം ക്ഷേത്രമെന്നും, ഇതൊക്കെ പലതാണെന്ന് പറയുന്നതിലാണ് അവരുടെ ബിസിനസ് നടന്നു പോകുന്നത്. എന്നിട്ട് തമ്മിൽ തല്ലലാണ് ലോക പുരോഗതിയുടെ ഏറ്റവും പ്രധാന അടിത്തറ എന്ന് വിശ്വസിക്കുന്ന ഒരു പ്രത്യയശാസ്ത്രം പോലും ഉണ്ട് നമ്മുടെ ഇടയിൽ. സംഘർഷമാണ് പുരോഗതിയുടെ മാനദണ്ഡം എന്നാണ് നമ്മൾ പഠിച്ചിരിക്കുന്ന. സമന്വയമാണ് പുരോഗതിയുടെ മാനദണ്ഡം എന്നാണ്. നമ്മുടെ ഒരു പ്രസിദ്ധനായ ഒരു ചിന്തകൻ ഒരിക്കൽ ചോദിച്ചതുപോലെ, എനിക്കൊട്ടും മനസ്സിലാവുന്നില്ല, തമ്മിൽ തല്ലിയിട്ടാണ് പുതിയ സൃഷ്ടി ഉണ്ടാകുന്നതെന്നുണ്ടെങ്കിൽ അമ്മയും അച്ഛനും കൂടെ തമ്മിൽ തല്ലിയിട്ടാണോ ഞാൻ ജനിച്ചത് എന്നൊരാൾ തമാശ രൂപത്തിൽ ചോദിക്കുന്നത്. അപ്പൊ പുരോഗതിയുടെയും സൃഷ്ടിയുടെയും മാനദണ്ഡം സംഘർഷമാവുക സാധ്യമല്ല. അത് സമന്വയത്തിലൂടെ സാധിക്കുള്ളൂ. അത് ഹിന്ദുവിന്റെ വിശ്വാസമാണ്. എന്നാൽ സംഘർഷമാണ് പ്രധാനമെന്ന് കരുതുന്ന പ്രത്യയശാസ്ത്രക്കാരെ ഈ ബൈനറികൾ സൃഷ്ടിച്ച്, വിഭജനങ്ങൾ സൃഷ്ടിച്ച് അവരൊരു പുതിയ ചർച്ച ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. ആ ചർച്ചയിലാണ് ഹിന്ദുയിസം ശരിയാണ്, ഹിന്ദുത്വ കുഴപ്പമാണ്. ഹിന്ദുത്വം എന്ന് പറഞ്ഞാൽ വർഗീയമാണ്. അവിടെയാണ് നമുക്ക് ഈ ഹിന്ദു സമ്മേളനത്തിലൂടെ നമ്മൾ എന്താണ് മനസ്സിലാക്കേണ്ടത് എന്ന വസ്തുതയിലേക്ക് ഞാൻ നിങ്ങളുടെ ശ്രദ്ധയെ കൊണ്ടുവരാൻ ശ്രമിക്കുക. എന്താണ് ഹിന്ദുയിസം എന്ന് പറഞ്ഞാൽ സത്യത്തിൽ രണ്ടു വാക്കാണ്. ഈ വാക്കിന്റെ അർത്ഥത്തിൽ വാക്കിനെ തന്നെ പിടിച്ചു പോയാൽ ഹിന്ദു അധികം ഇസം, ഒറ്റ നോട്ടത്തിൽ തന്നെ 10ാം ക്ലാസ് വരെ പഠിച്ചിട്ടുള്ള ആൾക്ക്, അത്രയും വേണ്ട 5ാം ക്ലാസ് പഠിച്ചിട്ടുള്ളവർക്ക് അറിയാതെ രണ്ട് ഭാഷയിലുള്ള വാക്കുകളാണ്. ഹിന്ദു എന്നതൊരു ഭാരതീയ ഭാഷയും ഇസം എന്നതൊരു പാശ്ചാത്യ ഭാഷയും. ലാറ്റിൻ എന്നോ ഗ്രീക്ക് ഭാഷയെന്നോ ഒക്കെ എത്തിച്ചേർന്ന ഇസോമെന്നും ഇസേമെന്നും പറയുന്ന ലാറ്റിൻ ഗ്രീക്ക് പദങ്ങളുടെ ഇംഗ്ലീഷ് പതിപ്പാണ് ഇസം, ഭാരതീയ ഭാഷയല്ല. അപ്പൊ ഒരു ഭാരതീയ ഭാഷയും ഒരു പാശ്ചാത്യ ഭാഷയും കൂടെ ചേർന്നിട്ടുള്ള ഒരു പദമാണ് ഹിന്ദുയിസം. നമ്മളൊക്കെ ഉപയോഗിക്കുന്നതാണ്, എനിക്ക് അതിനോട് വിരോധമില്ല. പക്ഷേ ഹിന്ദുയിസം ശ്രേഷ്ഠമാണ്, ഹിന്ദുത്വം മോശമാണ് എന്ന് പറയുന്നവരോടുള്ള മറുപടി എന്ന നിലയിൽ ഇതിനെ ഒരു അല്പവിശകലനം ചെയ്യുക. എന്താണ് ഇസം എന്ന വാക്കിന്റെ ശരിക്കുള്ള അർത്ഥം? നിങ്ങൾ പരിശോധിച്ചാൽ, ഏത് ഡിക്ഷണറി പരിശോധിച്ചാലും ഒരു വാക്ക് അവിടെ എല്ലാം കാണാം, ക്ലോസ്ഡ് ബുക്ക് ഓഫ് തോട്ട്, വിചാരത്തിന്റെ മുഴുമിപ്പിക്കപ്പെട്ട ഗ്രന്ഥം എന്ന്. ഇസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് കൂട്ടാൻ സാധ്യമല്ല, ഒന്നും അതിൽ നിന്ന് എടുക്കാനും കഴിയില്ല. ഇസം എന്ന് പറഞ്ഞാൽ ചിന്തിച്ചു മുഴുവനാക്കപ്പെട്ടതാണ്, അതിന് കൂട്ടിച്ചേർക്കാൻ കഴിയുകയില്ല. അത്തരം ഇസങ്ങളെ നമുക്ക് ഇഷ്ടം പോലെ കണ്ടെത്താം. രാഷ്ട്രീയ പ്രത്യയശാസ്ത്രങ്ങളെയും മതവാദങ്ങളെയും ഒക്കെ നമുക്ക് കാണാം. എന്നാൽ ഹിന്ദുത്വ എന്ന് പറഞ്ഞാൽ എന്താണ്? ഹിന്ദുത്വ എന്ന് പറഞ്ഞാൽ ഹിന്ദു ആയിത്തീരുന്നത്, ഒരാൾ ഹിന്ദു ആയിത്തീരുന്നത് എന്തുകൊണ്ടാണോ അതിനെയാണ് ഹിന്ദുത്വം എന്ന് പറയുന്നത്. നരത്വം, നരനെ നരനാക്കി മാറ്റുന്നത്, മനുഷ്യനെ മനുഷ്യനാക്കി മാറ്റുന്നത് അവനിലെ മനുഷ്യത്വമാണ് ത്വം. ഇപ്പോ സംസ്കൃതം പഠിച്ചിട്ടുള്ളവർക്ക് അറിയാം, അഹം അസ്മി എന്നാണ് സംസ്കൃതത്തിൽ പറയുക. ഇംഗ്ലീഷിലാണെങ്കിൽ ഐ ആം എന്ന് പറയും. ഹിന്ദിയിലാണെങ്കിൽ മേ ഹും എന്ന് പറയും. മലയാളത്തിൽ ഞാൻ ആകുന്നു എന്ന് പറയും. ഇതേപോലെ ആ ഹും പെന്നോ അസ്മി പെന്നോ ആംനെസ്സോ, ഒരാളിലെ ആംനെസ്, ഞാനാണ് എന്ന് പറഞ്ഞില്ല, അല്ലെങ്കിൽ ഐ ആം എന്ന് പറഞ്ഞില്ല, അതാണ് മനുഷ്യനെ മനുഷ്യനാക്കുന്ന മനുഷ്യത്വം പോലെ ഹിന്ദുവെ അല്ലെങ്കിൽ ഒരു വ്യക്തിയെ ഹിന്ദുവാക്കി മാറ്റുന്ന അവനിലെ തത്വം, അവനിലെ അസ്മിത, അവന്റെ ഐഡന്റിറ്റിയാണ് ഹിന്ദുത്വം എന്ന് പറയുന്നത്. നരനിൽ നിന്ന് മനുഷ്യനിൽ നിന്ന് മനുഷ്യത്വത്തെ മാറ്റാൻ കഴിയാത്തതുപോലെ ഹിന്ദുവിൽ നിന്ന് ഹിന്ദുത്വത്തെ മാറ്റാനേ സാധ്യമല്ല.
ഇവിടെ ഞാൻ ആദ്യം തന്നെ ഹിന്ദുവിന്റെ ഒരു ലക്ഷണമായി നിങ്ങളുടെ മുന്നിൽ പറഞ്ഞത്, ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ലക്ഷണമായി പറഞ്ഞത്, എല്ലാറ്റിനെയും സ്വീകരിക്കുന്നതാണ്. എല്ലാറ്റിനെയും ഇങ്ങനെ ചിന്തിക്കുമ്പോൾ ആ ഹിന്ദുത്വ ദർശനത്തിന്റെ പ്രേരണയിൽ ഉണ്ടായിട്ടുള്ള വ്യത്യസ്ത ജീവമാനമായ മേഖലകൾ, ജീവിതത്തിന്റെ വ്യത്യസ്ത മേഖലകൾ, അതിൽ രാഷ്ട്രീയം ഉണ്ടാകാം, കലയുണ്ടാവാം, സംസ്കാരം ഉണ്ടാവാം, വ്യവസായം ഉണ്ടാവാം, ഒപ്പം മതവും ഉണ്ടാകാം. അങ്ങനെ മതം എന്ന നിലയിൽ, ഈശ്വരാരാധനയുമായി ബന്ധപ്പെട്ട ഒരു സമ്പ്രദായം എന്ന നിലയിൽ ഹിന്ദുത്വയുടെ പ്രേരണയിൽ ഉണ്ടായ ഒന്ന് മാത്രമായിട്ടേ ഹിന്ദു മതത്തെ നമുക്ക് കണക്കാക്കിയുള്ളൂ. ഹിന്ദു മതം ഹിന്ദുത്വത്തിന്റെ ഒരു ഘടകമാണ് എന്ന് കണക്കാക്കും. മുഴുവൻ ഹിന്ദുത്വത്തെയും നിഷേധിച്ചുകൊണ്ട് അതിന്റെ ഉള്ളിലെ മതഭാഗത്തെ മാത്രം ശരിയെന്ന് പറയുന്നത് ഉചിതമായ ഒരു വസ്തുതയല്ല എന്ന് കൂടി തിരിച്ചു. അപ്പൊ ഹിന്ദുത്വത്തിന്റെ, ഹിന്ദു ധർമ്മത്തിന്റെ, ഹിന്ദു സംസ്കാരത്തിന്റെ സവിശേഷതകൾ ഇവിടെ സൂചിപ്പിക്കപ്പെട്ടതുപോലെയുള്ള ആ ഹിന്ദു ജ്ഞാന പരമ്പരയെ ഒരു ദിവസമോ 2 ദിവസമോ 10 ഒരു വർഷമോ പറഞ്ഞാലും തീരാത്തത്ര വിപുലമായി കിടക്കുന്ന ഹിന്ദു ജ്ഞാന പരമ്പരയെ ഒക്കെ അറിയാനും അറിയിക്കാനും വേണ്ടി ഈ ക്ഷേത്ര സംബന്ധമായ, ക്ഷേത്രവുമായി ബന്ധപ്പെട്ട നമ്മുടെ പ്രവർത്തനങ്ങളിലൂടെ അതിനു വേണ്ടിയിട്ടുള്ള സംവിധാനങ്ങളും ആരംഭിക്കണം. അതിന്റെ ഒരു തുടക്കമായിട്ട് ഈ ഹിന്ദു സമ്മേളനത്തെ നമുക്ക് കണക്കാക്കാൻ കഴിയും. അറിവിന്, ജ്ഞാനത്തിന് ഏറ്റവും കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്ന ഒരു സംസ്കൃതി കൂടിയാണ് ഹിന്ദു. ഹിന്ദുത്വത്തിന്റെ ആധാരത്തിൽ സൃഷ്ടമായിട്ടുള്ള ഈ ഭാരതം എന്ന രാഷ്ട്രം തന്നെ, ഭാരതം, ആ വാക്കിന്റെ തന്നെ അർത്ഥം ഒന്ന് പരിശോധിച്ചു നോക്കാം. പല അർത്ഥത്തിലും ഭാരതത്തെ വ്യാഖ്യാനിക്കാറുണ്ട്. ഭരതൻ ഭരിച്ചത് കൊണ്ട്, ഭരതന്റെ അമ്മയാത കൊണ്ട്. ഇനി കലാകാരന്മാരാണെങ്കിൽ പറയും ഭാവരാഗ താളങ്ങളുടെ സമന്വയമാണ് ഭാരതം എന്നൊക്കെ പറയും. പക്ഷെ വൈയാകരണന്മാർ പറയുന്നത്, ഗ്രമേറിയന്മാർ പറയുന്നത് ഭാരതം എന്ന് പറയുന്നത് 2 വാക്കുകൾ ചേർന്നിട്ടാണ്. ഭാ അധികം രഥം. ഭാ എന്ന് പറഞ്ഞാൽ അല്ലെ ഭാസ് എന്ന് പറയുന്ന ആ റൂട്ട്, ആ ധാതു സംസ്കൃതത്തിൽ ഭാസ്, ഭാസ്കരം ഇതൊക്കെ ഉണ്ടാകുന്ന ഭായിൽ നിന്നാണ് വെച്ചാൽ വെളിച്ചം, ജ്ഞാനം എന്നാണ് വെച്ചാൽ. രണ്ടാമത്തെ രഥം എന്ന് പറയുന്നതോ പിന്തുടരുന്നത്, അനുകരിക്കുന്നത്, അനുഗമിക്കുന്നത്, അതിൽ നിന്ന് ആനന്ദം ഉൾക്കൊള്ളുന്നത് എന്നൊക്കെയുള്ള വിവിധ അർത്ഥങ്ങളാണ്. അറിവിൽ ആനന്ദിക്കുന്നവർ, അറിവ് കൊണ്ട് ആനന്ദിപ്പിക്കുന്നവർ എവിടെ ജീവിക്കുന്നു ആ ദേശത്തെയാണ് ഭാരതം എന്ന് പറയുന്നത്. അദ്ദേഹം പറഞ്ഞ ഹിന്ദുവിന്റെ ഏറ്റവും മറ്റൊരു പ്രധാനപ്പെട്ട പ്രത്യേകത അറിവിന്, ജ്ഞാനത്തിന് ഏറ്റവും പ്രാധാന്യം കൊടുക്കുന്ന പ്രദേശമാണ്. നമ്മളിവിടെ വ്യക്തിക്കായാലും സ്ഥലത്തിനായാലും വസ്തുവിനായാലും ഒക്കെ പേര് കൊടുക്കുമ്പോ പലവരും ചിന്തിച്ചിട്ടാ പേര് കൊടുക്കുന്നത് ഭാരതീയർ, അല്ലെങ്കിൽ ഹിന്ദു സമൂഹത്തിന്റെ ഉള്ളിൽ. ഇങ്ങനെ ഒരു കാലത്ത് വളരെയേറെ ചിന്തിച്ച് ഈ ഭാരതത്തിന്റെ പ്രത്യേകത എന്താണെന്ന് മനസ്സിലാക്കിയിട്ടാണ് പൂർവികന്മാർ ഈ നാമധേയം വന്നത്. അറിവിൽ ആനന്ദിക്കുന്ന, അറിവ് കൊണ്ട് ആനന്ദിക്കുന്ന, അറിവ് നൽകുന്നതിൽ ആനന്ദിക്കുന്നവരുള്ള പ്രദേശമാണ് ഭാരതം. വാക്കിനും വസ്തുവിനും ഒക്കെ പേര് കൊടുക്കുന്നതിന്റെ പ്രത്യേകതയെ കുറിച്ച് പറഞ്ഞൊരു ഉദാഹരണം ചിലപ്പോൾ നിങ്ങൾ എല്ലാവരും കേട്ടിട്ടുണ്ടാവും. ഉദാഹരണം അത് മനസ്സിലാക്കാൻ വേണ്ടി ഉദാഹരണം പറയുന്നു മാത്രമേ കണക്കാക്കിയാൽ മതി. അപ്പൊ നമ്മളെല്ലാവരും ഉപയോഗിക്കുന്ന ഒരു പച്ചക്കറിയാണ്, ഒരു പദാർത്ഥമാണ് നെല്ലിക്ക എന്ന് പറയുന്നത്. ഈ നെല്ലിക്കയ്ക്ക് ഭാരതീയ ഭാഷ, ഭാരതത്തിന്റെ ദേവഭാഷയായ, ലോകത്തെ സർവഭാഷകളുടെയും മാതാവായ സംസ്കൃതത്തിൽ എന്താ പറയുന്നത്? ആമലകം എന്നാണ് പറയുന്നത്. ആമലകം. അതിൽ നിന്നാണ് ഹിന്ദിയുടെ ആംല ഒക്കെ ഉണ്ടായിട്ടുള്ളത്. ആമലകം. എങ്ങനെയാണ് ഈ നെല്ലിക്കയ്ക്ക് ആമലകം എന്ന പേര് വന്നത്? അതിനെക്കുറിച്ച് പറയുന്നത് തമാശ കലർത്തിക്കൊണ്ട് ഒരു കേരളത്തിലെ ഒരു പ്രധാനപ്പെട്ട വ്യാകരണ പടു പറഞ്ഞ ഉദാഹരണമാണ്. ഞാൻ എന്തെങ്കിലും നല്ല എടുക്കുന്നത്, വലിയ വ്യാകരണ വിദഗ്ധൻ പറഞ്ഞാണ്. നമ്മുടെ പൂർവികന്മാരും കാട്ടിലൊക്കെ അലഞ്ഞു തിരിഞ്ഞ സാധനയ്ക്കോ അല്ലാതെയോ ഒക്കെ അലഞ്ഞു തിരിയുന്നതിനിടയിൽ ഒരു മഹാവൃക്ഷം, ഒരു വലിയ വൃക്ഷം, ചെറിയ ഇലകളോട് കൂടിയ ഒരു വൃക്ഷത്തിൽ നിന്ന് ഒഴിഞ്ഞു വീണ് കിടക്കുന്ന പച്ച നിറമുള്ള ഉരുണ്ട കായ കണ്ടിട്ടുണ്ടാവും. അവരത് എടുത്തു, കടിച്ചു നോക്കി, തിന്നു നോക്കി, പിന്നെ പരിശോധിച്ചു നോക്കി. അതിന്റെ പ്രോപ്പർട്ടീസ്, ആയുർവേദ ശാസ്ത്രത്തിൽ വിദഗ്ധന്മാരിൽ ഇരിക്കുന്നുണ്ടെങ്കിൽ അവർക്കറിയാം. അതിന്റെ പ്രോപ്പർട്ടീസ് അവർ പരിശോധിച്ചു. എന്താണ് ഇതിന്റെ യഥാർത്ഥത്തിലുള്ള കരുത്ത്, അതിന്റെ ശക്തി? അപ്പോൾ അവർക്ക് മനസ്സിലായി ഈ കായ, അതിന്റെ ചാറ്, അല്ലെ അതിൽ നിന്നുണ്ടാക്കുന്ന മരുന്നുകൊണ്ട് മനുഷ്യ ശരീരത്തിലെ മലത്തെ നീക്കം, മലം എന്ന് പറഞ്ഞാൽ ചീത്തയായ കാര്യം, മലത്തെ നീക്കം ചെയ്യാനുള്ള കഴിവുണ്ട് ഇത്. അത് രക്തത്തിൽ നിന്ന് മാത്രമല്ല, മനസ്സിലെ കുറവുകളെയും നീക്കം. നമുക്കറിയാം, നെല്ലിക്കത്തളം വെക്കുക എന്നുള്ള പ്രയോഗം നമുക്ക് എല്ലാവർക്കും നമ്മൾ കേട്ടിട്ടുണ്ട്. മനസ്സിൽ മലം കയറി കഴിയുമ്പോഴാണല്ലോ വട്ടടിക്കുക.
അപ്പൊ അതിന്റെ ആദ്യത്തെ ചികിത്സ നെല്ലിക്കത്തളം വയ്ക്കുക തലയിൽ. അപ്പോ മനുഷ്യ ശരീരത്തിൽ നിന്നായാലും മനുഷ്യ ബുദ്ധിയിൽ നിന്നായാലും മലത്തെ ഉന്മൂലനം ചെയ്യാൻ കരുത്തുള്ള വസ്തുവാണ് എന്ന് തിരിച്ചറിഞ്ഞപ്പോഴാണ് ആ മലകം, മലമില്ലാതാക്കാനുള്ള, മലം പറഞ്ഞ വെറുതെ മലത്തെ കുറിച്ചല്ല, വേണ്ടാത്തതിനെ ഇല്ലാതാക്കാനുള്ള ശക്തി. ഇതേ സാധനത്തിന് നിങ്ങൾ ഇംഗ്ലീഷ് പണ്ഡിതന്മാരുണ്ടെങ്കിൽ ഒന്ന് ഞാൻ ചോദിച്ചോട്ടെ, ഇംഗ്ലീഷിൽ എന്താ ഇതിന് പേര് പറയുന്നത്? ഗൂസ്ബെറി എന്നോ വൈൽഡ് ഗൂസ്ബെറി എന്നോ ആണ് ഇതിന് പേര് പറയുന്നത്. നിങ്ങൾ ഈ നെല്ലിക്ക ഉണ്ടാക്കുന്ന ആയുർവേദ മരുന്നുകളുടെ പുറത്ത്, കവറിന്റെ പുറത്ത് നോക്കിയാൽ ഇംഗ്ലീഷിൽ എഴുതിയിട്ടുണ്ട്. ഇംഗ്ലീഷ് കൂടെ എഴുതിയില്ലെങ്കിൽ ഒരു ഗമയില്ലല്ലോ. അതുകൊണ്ട് അതിന് പുറത്തുകൂടെ എഴുതിയിട്ടുണ്ടാവും ഗൂസ്ബെറി എന്നോ വൈൽഡ് ഗൂസ്ബെറി. എങ്ങനെയാണ് ഈ ഗൂസ്ബെറി എന്നുള്ള പേര് വന്നത്? നമ്മുടെ പൂർവികന്മാർ ഈ ചെറിയ വട്ടത്തിലുള്ള പച്ച നിറമുള്ള കായ കണ്ടപ്പോൾ ഉടനെ പച്ച നിറത്തിലുള്ള ഉരുണ്ട കായ എന്ന് പേരിട്ടില്ല. അവരതിന്റെ പ്രോപ്പർട്ടീസ് എന്താണെന്ന്, ക്വാളിറ്റി എന്താണെന്ന് പരിശോധിച്ചു. അവിടെയും സായിപ്പ് കണ്ടിട്ടുണ്ട്. നമ്മുടെ പൂർവികന്മാർ വസ്ത്രമൊക്കെ ധരിച്ചാണ് കാട്ടിലൊക്കെ ഇറങ്ങി നടക്കുന്നത്. അവിടെ വസ്ത്രം ധരിക്കാതെ കായൊക്കെ തേച്ച് നടക്കുന്നതിനിടയിൽ ഇതേപോലെ മരം അവിടെയുണ്ട്. ആ മരത്തിൽ നിന്ന് പൊഴിഞ്ഞു കിടക്കുന്ന ഈ പച്ചക്കായ ഒരു കണ്ടു. പക്ഷെ അതിന്റെ കൂട്ടത്തിൽ വേറെയും ചില പച്ച ഉരുണ്ട സാധനങ്ങൾ കണ്ടുപോകും. മറ്റേ സാധനം അവർക്ക് പണ്ടേ പരിചയമുണ്ട്. അത് ഈ കാട്ടുതാറാവ് കാട്ടിൽ ഇങ്ങനെ നടക്കുന്നതിനിടയിൽ, കാട്ടുതാറാവ് പറയുന്ന പേരാണ് ബൂസ്, അല്ലെങ്കിൽ വൈൽഡ് ബൂസ്. അത് രാവിലെ എന്നിട്ട് കുസിൽ പോകുമ്പോൾ ഇട്ടിട്ട് പോകുന്ന സാധനം ഉണ്ടല്ലോ, അതും ഇതേ രൂപത്തിൽ ഉരുണ്ട നിറത്തിൽ പച്ച നിറത്തിൽ കാട്ടിൽ കാണപ്പെട്ടു. ഇത് തമ്മിൽ അവർക്ക് ആശയക്കുഴപ്പമുണ്ടായി. ഈ ആശയക്കുഴപ്പമുണ്ടായപ്പോ അവര് ഇത് ഗൂസ്ബെറി പോലെ ഉണ്ടല്ലോ, അതായത് മറ്റേ ഗൂസിന്റെ ബതി, ഇതും ഗൂസ്ബെറി, അല്ലെങ്കിൽ പിന്നെ എന്ത് വിൽപ്പത്തിയാണ് ഇംഗ്ലീഷിൽ ഗൂസ്ബെറി എന്ന് പറയാനുള്ളത്? എന്താണ് ഇതിന്റെ അടിസ്ഥാനം? ആമലകം എന്നുള്ളത് നമ്മൾ പറയും. മലത്തെ ഇല്ലാതെയാക്കുന്നത് ആമലകം നിർമൂലനം. അപ്പൊ ഭാരതീയന്റെ ഭാഷാശാസ്ത്രത്തിന്റെ മഹത്വവും കൂടി നമ്മളൊരു പേരിടുന്നത്. പക്ഷെ ആ പേരിടുന്ന സംവിധാനമൊക്കെ പോയി. ഇപ്പൊ ഒരു വീട്ടിൽ പോയതിന്റെ കഥ ഒരു പ്രസിദ്ധ ചിന്തകനും സാമൂഹ്യ സംഘടനാ പ്രവർത്തകനും രാഷ്ട്രീയ സ്വയംസേവക സംഘത്തിന്റെ അഖില ഭാരതീയ കാര്യകർത്താവും ഒക്കെ ആയിരുന്ന ഹരിഹരനടുത്ത് പറയുന്നുണ്ട്. രംഗഹരിഹരൻ ഒരു വീട്ടിൽ പോയപ്പോ കുട്ടിയുടെ പേര് ചോദിച്ചു. പേരെന്താ? മേട്ടു എന്നാണ് പറഞ്ഞത്. മേട്ടു. നിങ്ങളെല്ലാവരും ചിലരൊക്കെ കേട്ടിട്ടുണ്ടോ? ശശിയൊക്കെ ചിരിക്കുന്നുണ്ട്, കാരണം അദ്ദേഹം പലവട്ടം കേട്ടിട്ടുണ്ടോ. മേട്ടു എന്നാണ് പറഞ്ഞത്. എന്താ പേരുണ്ടാവുക? അറിയാൻ എന്താ ഈ മേട്ടു എന്ന് പറഞ്ഞ? അപ്പൊ അഭിമാനപൂർവ്വം യുവതിയായ ഇംഗ്ലീഷ് പണ്ഡിതയായ അമ്മ പറഞ്ഞു, അവൻ ജനിച്ചത് May 2 അതുകൊണ്ട് അവന് മേട്ടു എന്ന് പേരിട്ടു. അപ്പൊ പേരിടുന്നതിന്റെ സംവിധാനത്തിലൊക്കെ വലിയ വ്യത്യാസങ്ങൾ ഈ സമീപകാലത്ത് വന്നിട്ടുണ്ട്. പക്ഷെ പണ്ട് പേരിടുന്നത് അതിനർത്ഥമുള്ള പേരെ ഇട്ടിരുന്നുള്ളൂ. കാരണം അതിൽ നിന്ന് ആ കുഞ്ഞിന്റെ ഉള്ളിലേക്ക് ഒരു സംസ്കാരം വരാനുണ്ട്. അതുകൊണ്ടാണ് അങ്ങനെ ചെയ്തത്. ഇപ്പൊ പറഞ്ഞു വന്നത്, ഹിന്ദു സംസ്കാരത്തിന്റെ ആധാരത്തിൽ സൃഷ്ടിക്കപ്പെട്ട ഈ ഭാരതം പേരുകൊണ്ട് തന്നെ വെളിവാക്കുന്ന ഒരു വസ്തുത. ഇത് ജ്ഞാനത്തിന് ഏറ്റവും പ്രാധാന്യം കൊടുത്തിരുന്ന ഒരു പ്രദേശമാണ്. അതുകൊണ്ടാണ് ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് ഇവിടേക്ക് അറിവ് തേടി ലോകരെത്തിയിരുന്നു. ഇതിനെക്കുറിച്ചും ഈ ചിക്കാഗോ യാത്രക്കിടയിൽ സ്വാമിജി, വിവേകാനന്ദ സ്വാമിജി ഹിന്ദുധർമ്മം എന്ന് പറഞ്ഞിട്ട് ഒരു എഴുതി തയ്യാറാക്കിയ പ്രബന്ധം അവതരിപ്പിക്കുന്നുണ്ട്. അവിടുത്തെ പ്രഭാഷണങ്ങളിൽ ഒന്നതായിരുന്നു. അത് വളരെ പ്രസിദ്ധമാണ്, പുസ്തക രൂപത്തിൽ വന്നിട്ടുണ്ട്. അതിൽ ഭാരതത്തിന്റെ ഈ ഹിന്ദു സംസ്കാരത്തിന്റെ, ഹിന്ദു ജ്ഞാന പാരമ്പര്യത്തിന്റെ മഹത്വമൊക്കെ വിശദീകരിക്കുന്നു. അദ്ദേഹത്തിന്റെ ആ വാക്കുകൾ കേട്ട് രോമാഞ്ചമണിഞ്ഞു കേട്ടിരുന്ന ആൾക്കാർ പ്രകമ്പനം കൊണ്ടു അന്തരീക്ഷം മുഴുവൻ സർവരും ഹിന്ദു സംസ്കാരത്തിന്റെ, ഭാരതത്തിന്റെ അനുകർത്താക്കളാകാൻ, ശിഷ്യരാകാൻ വെമ്പി പുറപ്പെട്ടു. ഇതൊക്കെ ചരിത്രം. വിവേകാനന്ദന് ശേഷവും വിവേകാനന്ദന് മുമ്പും എന്ന മട്ടിൽ ലോക ചരിത്രം തന്നെ രണ്ടായി തിരിക്കപ്പെട്ടു എന്നാണ് പണ്ഡിതന്മാർ പറയുന്നത്. ഫിലിപ്പ് ഗോൾഡ്ബർഗ് എന്ന് പറയുന്ന വിശ്വപ്രസിദ്ധനായ ഒരു ചിന്തകൻ എഴുതിയ ഒരു പുസ്തകമുണ്ട്, അമേരിക്കൻ വേദ. പുസ്തകത്തിന്റെ പേര് തന്നെ അമേരിക്കൻ വേദ എന്നാണ്. ആ പുസ്തകത്തിൽ അദ്ദേഹം സമർത്ഥിക്കുന്നത് ലോക ചരിത്രം, വിശേഷിച്ച് പാശ്ചാത്യ ചരിത്രം വിവേകാനന്ദന് മുമ്പും വിവേകാനന്ദന് പിമ്പും എന്ന മട്ടിൽ രണ്ടായി തിരിക്കപ്പെട്ടു. ഇരിക്കട്ടെ, വിവേകാനന്ദ സ്വാമിയുടെ ഈ പ്രസംഗം കഴിഞ്ഞതിന് ശേഷം ചിലർ അദ്ദേഹത്തോട് പറഞ്ഞു, ഇത്ര ശ്രേഷ്ഠമാണ് നിങ്ങളുടെ സംസ്കാരം, നിങ്ങളുടെ പാരമ്പര്യം, ഹിന്ദുശാസ്ത്രം എന്നുണ്ടെങ്കിൽ എന്തുകൊണ്ടാണ് നിങ്ങളുടെ പൂർവികന്മാർ വന്ന് ഞങ്ങൾക്ക് ഇതൊന്നും പറഞ്ഞു തരാതിരുന്നത് എന്ന് ചോദിച്ചു. അപ്പൊ സ്വാമിജി പിന്നീട് മറ്റൊരു പ്രസംഗത്തിൽ പറയുന്നത്, പറഞ്ഞെന്നാൽ മനസ്സിലാകുന്ന ഭാഗത്തിലായിരുന്നില്ല നിങ്ങളുടെ അവസ്ഥ. എപ്പോ എന്നുവെച്ചാൽ ഭാഷ അറിയാത്ത, ഒന്നും അറിയാത്ത അവസ്ഥയിൽ വസ്ത്രം പോലും ധരിക്കാതെ മരക്കൊമ്പുകളിലും പറ്റി ജീവിച്ചിരുന്നു നിങ്ങളോട് ഇത് എങ്ങനെയാണ് പറഞ്ഞു തരിക ഈ ശാസ്ത്രം, ഈ ആധുനികമായ ശാസ്ത്രം? എങ്കിലും സംസ്കാരത്തിന്റെ പ്രചാരകന്മാരായ പൂർവികന്മാർ ഇവിടെയൊക്കെ വന്നിട്ടുണ്ട്, അതിന്റെ തെളിവുകളുണ്ട് എന്ന് സ്വാമിജി പറയുന്നു. ഏതായാലും ഈ ഹിന്ദു സംസ്കൃതിയുടെ മഹത്വത്തെ
ലോകത്തിന്റെ മുമ്പാകെ വീണ്ടും അവതരിപ്പിക്കേണ്ട ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ എത്തിയത്. എന്തുകൊണ്ടാണ് ഞാൻ ആ കാലഘട്ടം എന്ന് പറഞ്ഞത്? ഭാരത സ്വാതന്ത്ര്യത്തിന്റെ 75-ാം വർഷത്തിലാണ് നമ്മളിപ്പോൾ. അതിനെക്കുറിച്ച് കൂടി പറഞ്ഞ് എന്റെ ഈ പ്രഭാഷണം അവസാനിപ്പിക്കാം എന്ന് വിചാരിക്കുക. ഹിന്ദു സമ്മേളനവും ഭാരതത്തിന്റെ സ്വാതന്ത്ര്യ സമരവും തമ്മിൽ എന്താ ബന്ധം എന്നൊരു പക്ഷേ ചിലരെങ്കിലും സംശയിച്ചേക്കാം. നമ്മുടെ ഉള്ളിൽ അത്തരം സ്വാഭാവികമായ സംശയങ്ങളെ ജനിപ്പിക്കത്തക്ക വിധത്തിൽ തകർന്നു പോയിരിക്കുന്നു നമ്മുടെ വിദ്യാഭ്യാസ സമ്പ്രദായം എന്നാണ് മനസ്സിലാക്കുന്നത്. ഭാരതത്തിന്റെ സ്വാതന്ത്ര്യ സമരത്തിന്റെ മുഖ്യ പ്രേരണ എന്തായിരുന്നു എന്ന് ചോദിച്ചാൽ, ഭാരതത്തിന്റെ സ്വാതന്ത്ര്യ സമരത്തിന്റെ ചരിത്രം എന്തായിരുന്നു എന്ന് പഠിക്കേണ്ടി വരുന്നു. യഥാർത്ഥ ചരിത്രം പഠിക്കാൻ പറ്റുന്നുണ്ടോ എന്ന്? യഥാർത്ഥ ചരിത്രം പഠിക്കാൻ പറ്റുന്നില്ല എന്നതാണ് സത്യം. മൊത്തം ഭാരതത്തിന്റെ ചരിത്രവും ശരിയായി പഠിക്കുന്നില്ല. പിന്നെ ഭാരതത്തിന്റെ സ്വാതന്ത്ര്യ സമര ചരിത്രം മാത്രം എങ്ങനെ പഠിക്കാം? ഇപ്പൊ ഈ 75-ാം വർഷത്തോടനുബന്ധിച്ച് നടക്കുന്ന ചർച്ചകളിൽ ഒരു വിഭാഗക്കാർ അവതരിപ്പിക്കുന്ന ഒരു പ്രധാനപ്പെട്ട ആശയം, ഭാരതത്തിന്റെ സ്വാതന്ത്ര്യ സമരത്തിന് അത്ര ദീർഘമായ കാലചരിത്രമൊന്നുമില്ല, അത് സമീപകാലത്ത് തുടങ്ങിയതാണ്. ഏറി വന്നാൽ 1757 ഭാരതത്തിന്റെ സ്വാതന്ത്ര്യ സമരം ആരംഭിക്കുന്നത്. അങ്ങനെയാണല്ലോ നമ്മളൊക്കെ പറയുന്നത് ഒന്നാം സ്വാതന്ത്ര്യ സമരം. അങ്ങനെയല്ല. അതിലെന്താ തെറ്റ് എന്നാണ് ചിലരുടെ മനസ്സിൽ സ്വാഭാവികമായിട്ട് ഉണ്ടാവുന്ന സംശയം. അതിലെന്താ തെറ്റ്? അത് ശരിയല്ലേ എന്നാണ്. അത് പൂർണ്ണമായി ശരിയല്ല. അതുകൊണ്ട് തന്നെ 1857 ആദ്യത്തെ സ്വാതന്ത്ര്യ സമരം ഭാരതത്തിന്റെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി നടന്നത് എങ്കിൽ വീര പഴശ്ശിത്തമ്പുരാന്റെ പോരാട്ടത്തെ നമ്മൾ ഏത് കോണത്തിലും ഏത് ഗണത്തിലോ പെടുത്താം. പഴശ്ശിത്തമ്പുരാൻ വയനാട്ടിൽ, കോഴിക്കോടും കണ്ണൂരും വയനാട്ടിലും ഒക്കെ പൊരുതി ബ്രിട്ടീഷുകാർക്കെതിരെ. അദ്ദേഹത്തിന്റെ പിന്നണി പോരാളികളായിരുന്ന കുറിച്യന്മാർ പിന്നീട് വർഷങ്ങളോളം പൊരുതി. എന്തിനു വേണ്ടിയിട്ടാ പൊരുതിയത്? പൊരുതിയ സ്വാതന്ത്ര്യത്തിന് വേണ്ടിയിട്ടായിരുന്നു. അപ്പൊ സ്വാതന്ത്ര്യ സമരമാണ്. 857 ചുരുങ്ങിയത് 60 വർഷം മുമ്പേ തുടങ്ങി പഴശ്ശിത്തമ്പുരാന്റെ പോരാട്ടം. നമ്മുടെ തിരുവിതാംകൂറിന്റെ മഹാനായ വേലുത്തമ്പി ദളവ ഏതാണ്ട് അതേ കാലത്ത് തിരുവിതാംകൂറിൽ പൊരുതി. ആ യുദ്ധം എന്തിനു വേണ്ടിയിട്ടായിരുന്നു? സ്വാതന്ത്ര്യ സമരമായിരുന്നു. ഒരുപക്ഷെ വേലുത്തമ്പി ദളവയോടൊപ്പം പിന്നീട് പടകളിൽ പങ്കെടുത്തിട്ടുണ്ടെങ്കിലും വേലുത്തമ്പി ദളവയാകുന്നതിന് മുമ്പേ പോരാട്ടം നടത്തിയ മറ്റൊരാളുണ്ട്, വൈക്കം പത്മനാഭപിള്ള. ആ വൈക്കം പത്മനാഭപിള്ള നടത്തിയ പോരാട്ടം സ്വാതന്ത്ര്യ സമരമായിരുന്നു. ഇത് മാത്രമല്ല, അതിനു മുമ്പ് തുടങ്ങിയിരുന്നു. എപ്പോഴാണോ ഭാരതത്തിലേക്ക് വിദേശികൾ കടന്നു വന്നത്, അന്ന് നമ്മുടെ പോരാട്ടം ആരംഭിച്ചു. അപ്പോ പാശ്ചാത്യർ ഏറ്റവും ആദ്യം എത്തിയത് കേരളത്തിൽ തന്നെയാണ്. പോർച്ചുഗീസുകാര് കേരളത്തിന്റെ മണ്ണിൽ കോഴിക്കോട് എത്തി. മതസമ്മേളനത്തിൽ ചരിത്രം പറയണോ എന്ന് സംശയം തോന്നാം, ഞാൻ ബോധപൂർവ്വം തന്നെ പറയുകയാണ്. കോഴിക്കോട് എത്തി ആദ്യമായിട്ട്. നമ്മുടെ പാരമ്പര്യം, ഹിന്ദു പാരമ്പര്യം നേരത്തെയും പറഞ്ഞിട്ടുണ്ട്, അതിഥി ദേവോ ഭവ എന്നാണ് നമ്മുടെ സങ്കല്പം. ആരെപ്പോ വന്നാലും ഒരേ ദേവതകളായി കണക്കാക്കി. അവിടെയും വാക്കിന്റെ ഒരു മഹത്വം മനസ്സിലാക്കണം. ആ തിഥി എന്ന് പറഞ്ഞാൽ തിഥി ഇല്ലാത്തവൻ എന്നാണ്. അതായത് ഒരു ദിവസവും നേരത്തെ പറയേണ്ട ഒരാൾക്ക് വീട്ടിലേക്ക് വരാൻ. ഇതാണ് ഹിന്ദു പാരമ്പര്യം. പക്ഷെ ഇന്ന് അങ്ങനെയാണോ എന്നറിയില്ല. അയ്യോ, നേരത്തെ പറഞ്ഞില്ലോ, അതുകൊണ്ട് ചോറൊന്നും വെച്ചിട്ടില്ല എന്ന് പറയും. ഇപ്പോ അതൊരു അമേരിക്കൻ സമ്പ്രദായം. പറയാതെ വരുന്നവനെ വെടിവെച്ച് കൊല്ലാൻ വരെ അവകാശമുണ്ടെന്നാണ് അവിടെ. 6 വർഷം മുമ്പ് ഒരു വലിയ കേസ് ഉണ്ടായി അമേരിക്കയിൽ. ആ കേസില് ഒരു പെൺകുട്ടി, ബൗദ്ധ സമ്പ്രദായത്തിൽ വിശ്വസിക്കുന്ന ഒരു പെൺകുട്ടി, അവരുടെ മതദർശനത്തിന്റെ പ്രചരണാർത്ഥം ഒരു പാംഫ്ലെറ്റ് ഒക്കെ ആയിട്ട് ഒരു വീട്ടിലേക്ക് എത്തി. ആ വീട്ടിലെത്തി ദർശനം ചെയ്യാൻ പോകുമ്പോ കഥകൾ തുറന്ന് തൊട്ട് ചൂണ്ടിയിട്ടാണ് ഗൃഹനാഥൻ പുറത്തേക്ക് വന്നത്. അപ്പോഴാണ് ഈ പാംഫ്ലെറ്റുമായിട്ട് മുന്നോട്ട് വരുന്നത്. രണ്ടു വെടിവെച്ചു, ആ പെൺകുട്ടി മരിച്ചു. കേസ് കോടതിയിലെത്തിയപ്പോ ഈ വിദ്വാന്റെ വാദം എന്തായിരുന്നു അറിയും? എന്തോ ഒരു സാധനവുമായി എന്റെ നേരെ ആക്രാമിക മനോഭാവത്തോടെ അടുത്തു വരുന്നതായി പെൺകുട്ടി വരുന്നതായി എനിക്ക് തോന്നി, അതുകൊണ്ട് ഞാൻ വെടിവെച്ചു. പക്ഷെ ഇവിടെ അങ്ങനെ വരുന്നവരെ ദേവതകളായി കണക്കാക്കി സ്വീകരിക്കുക. അതിഥി ദേവോ ഭവ, ഇതാണ് നമ്മുടെ പാരമ്പര്യം. അതാണ് വാക്കിന്റെയും മഹത്വമാണ്. പോർച്ചുഗീസുകാർ വാസ്കോഡഗാമയുടെ നേതൃത്വത്തിൽ വന്നപ്പോ അധികമൊന്നും ചുഴിഞ്ഞ് ചിന്തിച്ചില്ല. ആദ്യം സാമൂതിരി സ്വീകരിച്ചു. കാപ്പാട്ട് കടപ്പുറത്തിന് സമീപത്തുള്ള ദേവീ മന്ദിരത്തിൽ, നമ്മുടെ ഏഴംകുളം ദേവിയെ പോലെ ദേവിയുണ്ട് അവിടെ, ആ ദേവീ മന്ദിരത്തിൽ വെച്ച് ഔദ്യോഗികമായി സ്വീകരണം കൊടുത്തു വാസ്കോഡഗാമ. പക്ഷെ വാസ്കോഡഗാമയുടെ ഒളിച്ചു വെച്ച ചില ദംഷ്ട്രകൾ എന്തായിരുന്നു എന്നുള്ളത് ചുരുങ്ങിയ സമയം കൊണ്ട് മനസ്സിലാക്കി. മുഖ്യമായ ലക്ഷ്യം ഭാരതത്തിന്റെ, കേരളത്തിന്റെ, കോഴിക്കോടിന്റെ സ്വത്വത്തെ തകർക്കലാണ് എന്ന് മനസ്സിലാക്കിയ നിമിഷം തന്നെ അവിടെ തിരിച്ചടിയും ആരംഭിച്ചു, റെസ്പോൺസും ആരംഭിച്ചു. എന്ന് പറഞ്ഞാൽ 15-ാം നൂറ്റാണ്ടിന്റെ അവസാനം 16-ാം നൂറ്റാണ്ടിന്റെ തുടക്കത്തിൽ തന്നെ പോരാട്ടം ആരംഭിച്ചു. ഇത് കോഴിക്കോട് മാത്രമല്ല, പോർച്ചുഗീസുകാർ ആക്രമിച്ചു. മംഗലാപുരത്തിന്റെ സമീപത്തിലും ആക്രമണം നടത്തി. അവിടെ ഉള്ളാളെന്ന് പറഞ്ഞൊരു ദേശമുണ്ട്. ഇവിടെ അമ്മമാര് മോശമില്ലാത്ത സംഖ്യയിൽ ഇരിക്കുന്നോണ്ട് ഉദാഹരണം പറയുകയാണ്. ഉള്ളാളം എന്ന് പറയുന്ന ദേശമുണ്ട്, കാവിൻകാടിക്കൊക്കെ അറിയാം.
അവിടുത്തെ റാണി അബ്ബക്ക റാണി, അഭയറാണി എന്നാണ് അവരെ ഇപ്പോൾ അവിടുത്തെ ഫോക്ക് സോങ്സിൽ വർണ്ണിക്കുന്നത്. ഈ സംഭവം നടക്കുന്നത് 16-ാം നൂറ്റാണ്ടിന്റെ പൂർവാർത്ഥത്തിലാണ്. അവരുടെ ഭർത്താവ് രാജാവ് പോർച്ചുഗീസുകാരോടൊപ്പം ചേർന്നു, പണത്തിന്റെ ഇത്തിരി പണമൊന്നും കിട്ടുമെന്നുള്ള മോഹത്തിൽ. അപ്പോ നമ്മുടെ കൂട്ടത്തില് ചില ആളുകളുണ്ടല്ലോ, ചില ധർമ്മബോധമുള്ള ഗുരുക്കന്മാർ, ചില ആൾക്കാർ തെറ്റായ വിധത്തിൽ ഹിന്ദുത്വക്കളെ വ്യാഖ്യാനിക്കുന്നത്. അവര് റാണി അബ്ബക്കയെ ഉപദേശിച്ചു, ഒരു സ്ത്രീയുടെ ധർമ്മം പത്നി ധർമ്മം പാലിക്കുക എന്നുള്ളതാണ്. ഭർത്താവ് ഏത് വഴിക്ക് പോയാലും തീ ചാടിയാൽ കൂടെ ചാടിപ്പോകണം, മരിച്ചാൽ തീ ചാടിപ്പോകണം. അപ്പോ ഇതാണ് പത്നി ധർമ്മം. റാണി അബ്ബക്ക സഭ വിളിച്ചു ചേർത്ത് ധൈര്യത്തോടു കൂടി പ്രഖ്യാപിച്ചു ആ ധീരാംഗന. അവർ പറഞ്ഞു, എന്റെ സനാതന ധർമ്മം എന്നെ പഠിപ്പിക്കുന്നത് ദേശം അപകടത്തിലാകുമ്പോൾ ഒരു സ്ത്രീ പാലിക്കേണ്ടത് സ്ത്രീധർമ്മമല്ല, പത്നിധർമ്മമല്ല, പകരം ദേശധർമ്മമാണ് എന്ന് പറഞ്ഞുകൊണ്ട് എന്റെ സനാതന ധർമ്മം എന്നെ, ഇതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്, ഈ ദേശത്തിന്റെ രക്ഷയ്ക്കും മോചനത്തിനു വേണ്ടി പോരാടാനുള്ള പ്രേരണ നൽകുന്ന ധർമ്മം, അതാണ് ഹിന്ദുധർമ്മം. ഈ ദേശത്തിന്റെ മോചനത്തിന് അതെന്നെ പഠിപ്പിക്കുന്നത്, അമ്മ പറയുന്ന റാണി പറഞ്ഞത്, അതെന്നെ പഠിപ്പിക്കുന്നത് ദേശധർമ്മം പാലിക്കണം എന്ന്. അങ്ങനെ നെടുനീണ്ട കാലത്തെ യുദ്ധം, കടലിലിറങ്ങിയുള്ള യുദ്ധം, കടൽ കടത്തി ഓടിക്കുന്ന യുദ്ധം റാണി അബ്ബക്ക നടത്തി. ഞാനൊന്ന് ചോദിക്കുകയാണ്, രാമേന്ദ്ര അടിക്കത്തിക്ക് പെട്ടെന്ന് മനസ്സിലായി അബ്ബക്ക എന്ന് പറഞ്ഞപ്പോൾ, നമ്മളീ ഇരിക്കുന്നതിൽ എത്ര പേര്, ഞാൻ ആരും കഴിയുന്നു പോക്കാനെന്ന് പറയുന്നില്ല, ഇത് ക്ലാസ് ഒന്നുമല്ലോ, പക്ഷെ നമ്മുടെ തൊട്ടടുത്താണ്, കേരളത്തിന്റെ തൊട്ടടുത്താണ്, വേണമെങ്കിൽ കേരളം തന്നെ എന്ന് പറയാവുന്ന സ്ഥലമാണ്. ഇതേപോലെ ഞാൻ ജിയോടും ചോദിക്കുകയാണ്, ഈ വൈക്കം പത്മനാഭ, എഴുത്തമ്പിയെ കുറിച്ച് ചിലപ്പോൾ കേട്ടുന്ന വൈക്കം പത്മനാഭുള്ള അങ്ങയുടെ പുസ്തകത്തിൽ, ചരിത്ര പുസ്തകത്തിൽ പഠിക്കാനുണ്ടായിരുന്നു? ഇല്ല. ഇതാണ് വിചിത്രമായ അവസ്ഥ നമ്മൾ നേരിടുന്നത്. ഇനി കേരളത്തിന്റെ തന്നെ ഭാഗമെന്ന് പറയാവുന്ന തമിഴ്നാടിന്റെ ഇങ്ങേയറ്റത്തുള്ള ഒരു ദേശമുണ്ട്, ശിവഗംഗ എന്ന് പറയുന്ന സ്ഥലമാണ്. അവിടെ ഇംഗ്ലീഷുകാരും ആർക്കോട്ട് നവാബും ചേർന്ന് ആക്രമണം നടത്തി. ഇംഗ്ലീഷുകാരും ആർക്കോട്ട് നവാബും, അതിനെന്തെല്ലാം അർത്ഥ തലങ്ങളുണ്ട് എന്നുള്ളത് നിങ്ങൾ സങ്കല്പിച്ചെടുത്തോളൂ. ഭാരതത്തെ രക്ഷിക്കാൻ, ഭാരതത്തെ സ്വതന്ത്രമാക്കാൻ, ഈ നാടിന്റെ പാരമ്പര്യത്തെ കാത്തുസൂക്ഷിക്കാനുള്ള പ്രേരണ സനാതന ധർമ്മം പകർന്നു കൊടുക്കുമ്പോൾ മറ്റു ചിലർക്ക് അത് കൊടുക്കുന്നില്ല എന്ന് വേണമെങ്കിൽ. അങ്ങനെ ആക്രമിച്ചു ശിവഗംഗയുടെ മേലെ. ആരാ തിരിച്ചടിച്ചത്? അവിടുത്തെ റാണി. ഞാൻ വീണ്ടും അമ്മമാര് സഹോദരിമാരോട് പറയാൻ ആഗ്രഹിക്കുന്നത്, അവിടുത്തെ റാണി. ഭാരതത്തിന്റെ സ്വാതന്ത്ര്യ സമര ചരിത്രം എടുക്കുമ്പോൾ നമ്മൾ ആകെ കേൾക്കുന്നത് ഒരു ഝാൻസി റാണിയുടെ പേരാണ്. 100 കണക്കിന് ഝാൻസി റാണിമാരുണ്ട് ഇവിടെ. അവിടുത്തെ റാണിയായിരുന്ന വേലു നാച്ചിയാർ എന്ന് പറയുന്ന യുവതി, അവരുടെ നേതൃത്വത്തിൽ പോരാട്ടം നടന്നു. അവരുടെ സേനാ നായിക, അതും ഒരു സ്ത്രീയാണ്. സേനാ നായിക എന്ന് പറഞ്ഞ പിന്നെ സ്ത്രീയാണെന്ന് പറയേണ്ട ആവശ്യമില്ലല്ലോ. സേനാ നായിക, പുരുഷന്മാരുടെയും സ്ത്രീകളുടെയും സൈന്യത്തിന് ഒരുപോലെ നേതൃത്വം കൊടുത്തത് 21-22 വയസ്സായ, പറയുകയാണെങ്കിൽ പിന്നാക്ക ജാതിയിൽപ്പെട്ട ഒരു പെൺകുട്ടിയാണ് നേതൃത്വം കൊടുത്തിരുന്നത്, കുയിലി. യുദ്ധത്തിൽ ശിവഗംഗയിൽ പലവട്ടം വേലുനാച്ചിയാർക്ക് കുയിലിയും വിജയിച്ചു. പക്ഷെ 1-2 ആഴ്ച കഴിയുമ്പോഴേക്കും പുതിയ ആയുധ സന്നാഹങ്ങളോടുകൂടി ഇംഗ്ലീഷുകാർ ആർക്കോട്ട് നവാബിന്റെ സഹായത്തോടെ വീണ്ടും ആക്രമിച്ചു ശിവഗംഗയുടെ മേലെ. അപ്പൊ ഇവരുടെ സഭ കൂടി അവർ ചർച്ച ചെയ്തു, എന്താ ഇതിന് കാരണം, തോൽപ്പിച്ചോടിച്ചിട്ടും വീണ്ടും വരാൻ എന്താ കാരണം? വിത്ത് റീഇൻഫോഴ്സ്ഡ് വെപ്പൺസ് അവർ വീണ്ടും വരിക. അപ്പോ ഈ കുയിലിയുടെ നേതൃത്വത്തിലാണ് അവിടുത്തെ സ്പൈ ഏജൻസി. കുയിലിയും സംഘവും അന്വേഷണം നടത്തിയപ്പോൾ മനസ്സിലാക്കാൻ കഴിഞ്ഞു, ആർക്കോട്ട് നവാബ് പതിച്ചു നൽകിയ ഒരു ഉൾപ്രദേശത്തെ കോട്ടയ്ക്കുള്ളിൽ ആയുധ ശേഖരണിയുടെ ഇംഗ്ലീഷുകാർ അതുപയോഗിച്ച് ആക്രമിക്കുകയാണ്. വീണ്ടും റീഇൻഫോഴ്സ് ചെയ്ത് വരികയാണ്. അത് തകർക്കാൻ നിവർത്തിയില്ല എന്ന് മനസ്സിലാക്കിയ നിമിഷം കുയിലി ഒരു തീരുമാനമെടുത്തു. ആ പെൺകുട്ടി ദേഹമാസകലം പെട്ടെന്ന് തീപിടിക്കുന്നതായ വസ്തുക്കൾ കൊണ്ട് കുളിച്ചു, നെയ്യും വെണ്ണയും ഒക്കെ ഉപയോഗിച്ചു. എന്നിട്ട് ഒരു കയ്യിൽ തീപ്പന്തവും മറുകയിൽ വാളുമായി ഒരു മിന്നൽ പിണറി കണക്കെ ആ പെൺകുട്ടി ഒരു ദുർഗയെ പോലെ ആ കോട്ടയ്ക്കുള്ളിലേക്ക് കുതിച്ചാടി തന്റെ ശരീരത്തിന് തീ കൊടുത്ത് ആ കോട്ട തവിട് പൊടിയായി. അതാണ് ശിവഗംഗയുടെ വിജയം. 10 വർഷത്തേക്കാണ് പിന്നീട് വേലുനാച്ചിയാർ. കുയിലി മരണപ്പെട്ടു. വേണമെങ്കിൽ പറയാം, ദ ഫസ്റ്റ് വിമൻ സൂയിസൈഡ് ബോംബർ ഓഫ് ഇന്ത്യൻ ഹിസ്റ്ററി, അത് കുയിലിയാണ്. ഇത്തരം ചരിത്രം. അതിനുശേഷം ഈ ശിവഗംഗയുടെ പോരാട്ടം ഏറ്റെടുത്ത വെറും ധീരദേശാഭിമാനികളുണ്ട്. ഇവിടെ ഞാൻ ബോധപൂർവമാണ് 2 വസ്തുതകൾ നിങ്ങളോട് പറഞ്ഞത്, 2 ചരിത്രം പറഞ്ഞത്. ഭാരതത്തിന്റെ സ്വാതന്ത്ര്യ സമരത്തിന്റെ പ്രേരണ എന്തായിരുന്നു എന്ന് കാണിക്കാനും ആ സ്വാതന്ത്ര്യ സമരത്തിന്റെ സ്വഭാവവും സ്വരൂപവും എന്തായിരുന്നു എന്ന് കാണിക്കാനും. ഉദാഹരണങ്ങൾ 2ഇടത്തും സ്ത്രീകളാണ് പ്രതികൾ, സ്ത്രീകളാണ്. നിങ്ങൾക്കറിയാതിരിക്കാം,
ഈ ഇംഗ്ലീഷുകാരെ പാശ്ചാത്യ ഭാരതത്തിലേക്ക് വന്നതിന് ശേഷം ഇവിടെ നടത്തിയ പ്രചരണം ഇപ്പോഴും നമ്മുടെ ഇടയിൽ ഒരു വിഭാഗം ആൾക്കാർ അറിഞ്ഞോ അറിയാതെയോ ആവർത്തിക്കുന്ന ഒരു പ്രചരണം, ഭാരതത്തിന് സംസ്കാരം നൽകിയത്, പരിഷ്കാരം നൽകിയത് പാശ്ചാത്യരാണ്. ഇങ്ങനെ പാശ്ചാത്യർ വന്നതിന് ശേഷമാണ് ആധുനിക വിദ്യാഭ്യാസം കിട്ടിയത്. പാശ്ചാത്യർ വന്നതിന് ശേഷമാണ് നമ്മൾ സ്വാതന്ത്ര്യത്തെ കുറിച്ച് മനസ്സിലാക്കിയത്. പാശ്ചാത്യർ വന്നതിന് ശേഷമാണ് സ്ത്രീകൾക്ക് സമാന സ്ഥിതി ലഭിച്ചത്. അല്ലെങ്കിൽ വല്ല പുസ്തകമായിരുന്നു. അന്യോന്യം യുദ്ധം ചെയ്യുന്ന, കഴുത്തു വെട്ടുന്ന ജാതിവർഗങ്ങളാണ് ഇവിടെ ഉണ്ടായിരുന്നത് എന്നാണ് അവര് പ്രചരിപ്പിക്കുന്നത്. ഇത് വിശ്വസിക്കുന്ന വലിയ മഹാപണ്ഡിതന്മാർ പോലും ഇപ്പോഴുമുണ്ട്. കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് ഓക്സ്ഫോർഡ് യൂണിവേഴ്സിറ്റി, നമ്മുടെ നാട്ടിലെ ഒരു പ്രമാണിയായ വ്യക്തിക്ക് ഒരു ഡോക്ടറേറ്റ്